നാസതോ വിദ്യത്തെ ഭാവഃ നാഭാവോ വിദ്യത്തെ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോഃ തത്വദർശിഭിഃ. ഇതാണ് ഇന്നലെ മുഴുവനും ഉണ്ടായിരുന്ന വിഷയം. സത്ത് അഴിവില്ലാത്തതാണ്. സദ്വസ്തു, സത്ത് എന്ന് വെച്ചാൽ ആത്മാ എന്നർത്ഥം, ഭഗവാൻ എന്നർത്ഥം, സ്വരൂപം എന്നർത്ഥം, ഉണർവ്. അസത്ത് എന്ന് വെച്ചാൽ ശരീരം മുതലായിട്ടുള്ളതൊക്കെ. വിഗ്രഹേന്ദ്രിയ പ്രാണധീതമഃ നാഹം ഏകസത് തജ്ജഡം ഹി അസത്. ഭഗവാൻ രമണ മഹർഷി ഈ സത്തിനെയും അസത്തിനെയും വളരെ അടുത്ത് കാണിച്ചു തന്നു. വിഗ്രഹ ഇന്ദ്രിയ പ്രാണധീതമഃ. വിഗ്രഹം എന്ന് വെച്ചാൽ ശരീരം, ശരീരം, ഇന്ദ്രിയം, പ്രാണൻ, ബുദ്ധി, ഇതൊക്കെ ചെന്ന് ലയിക്കുന്ന സുഷുപ്തിയിലുള്ള ഇരുട്ട്, തമസ്, അവ്യക്തം, ഇതൊക്കെ തന്നെ ജഡമാണ്, അസത്താണ്. നാഹം, ഇതൊന്നും ഞാനല്ല. നാഹം ഏകസത്, ഞാൻ ആരാണെന്ന് വെച്ചാൽ ഇതിനൊക്കെ ജീവൻ കൊടുത്തുകൊണ്ട്, സാന്നിധ്യമാത്രം കൊണ്ട് ഇതിനെയൊക്കെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന വസ്തുവാണ് ഞാൻ. ഞാൻ സത്ത്, ഇതൊക്കെ അസത്ത്. ഇത് രണ്ടും വേർതിരിച്ച് കണ്ടവർ പരമാർത്ഥം കണ്ടിരിക്കുന്നു, പരമാർത്ഥദർശികളാണ്. അങ്ങനെ ഹൃദയത്തിൽ സത്തിനെ കണ്ടാൽ, അതായത് ഈശ്വരനെ കണ്ടാൽ, ദൃഷ്ടി ജ്ഞാനമയമായാൽ ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം. ദൃഷ്ടിം ജ്ഞാനമയീം കൃത്വാ പശ്യേത് ബ്രഹ്മമയം ജഗത്. ദൃഷ്ടി ജ്ഞാനമയമാണെങ്കിൽ ജഗത്തിൽ ജഡപദാർത്ഥങ്ങൾ കാണില്ല, ചൈതന്യമേ കാണുമുള്ളൂ. കാണുന്നതൊക്കെ ചൈതന്യമയം. ദൃഷ്ടി അജ്ഞാനാവൃതമാണെങ്കിലോ ജഗത്തില് പദാർത്ഥഭാവനം, പദാർത്ഥവാസനാദാർഢ്യം ബന്ധ. ജഗത്തിൽ കാണുന്ന പദാർത്ഥങ്ങളൊക്കെ ഉണ്മയാണെന്ന് കരുതി കഴിഞ്ഞാൽ അടുത്തത് എന്താ? അതിനോട് ബന്ധം സ്ഥാപിക്കാൻ. രാഗം കൊണ്ടോ ദ്വേഷം കൊണ്ടോ പുറത്തുള്ള പദാർത്ഥങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ഏർപ്പെടുമ്പോൾ ബന്ധം. അത് ഉണ്മയല്ല എന്നറിഞ്ഞാലോ യഥാർത്ഥത്തിൽ ബന്ധമില്ല, ബന്ധം ഏർപ്പെടില്ല. പിന്നെ ജഗത്ത് മുഴുവൻ എങ്ങനെ ഭാസിക്കുന്നു? നാമരൂപമായിട്ടല്ല, പദാർത്ഥമായിട്ടല്ല, ബ്രഹ്മമായിട്ട്, ചൈതന്യമായിട്ട്, ഈശ്വര സ്വരൂപമായിട്ട്. അതോ നാശമില്ലാത്ത വസ്തു, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ബോധം, ചൈതന്യം അവിനാശിയാണ്. അതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടത്തിനെ പൊട്ടിച്ച് കളയാം, പക്ഷേ കുടത്തിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുടത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, അതിനെ എന്ത് ചെയ്യാൻ പറ്റും? കുടം വേണമെങ്കിൽ പൊട്ടിപ്പോകും. അതുപോലെ ഈ ശരീരം പൊട്ടിപ്പോകും, പക്ഷേ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സ്പേസ്, ആകാശം, പുറത്തുള്ള ആകാശത്തും ആയിട്ട് ചേർന്ന് നിൽക്കും. അത്രയേ ഉള്ളൂ. അടുത്ത ശ്ലോകം ഭഗവാൻ അതാണ് പറയണത്. നോക്കാം. അന്തവൻ അവിനാശിതു തദ്വിദ്ധി ഏന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. ഒരിക്കൽ കൂടെ. അവിനാശിതു തദ്വിദ്ധി ഏന സർവമിദം തതം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. യേന ഇദം സർവം തതം. ആദ്യമേ പറഞ്ഞു, ഓർത്തോള, നമ്മളുടെ സിദ്ധാന്തം, ഫൗണ്ടേഷൻ അവിടെ വിട്ടിട്ട് കളിയേയില്ല. ഫൗണ്ടേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അനുഭവത്തിൽ രണ്ടെണ്ണമാണ് ഉള്ളത്.
ഒന്ന് അഹം, രണ്ട് ഇതം. ഇതിൽ സകലതും അടങ്ങി. അഹം എന്നുള്ളത് സത്ത്, ഇതം എന്നുള്ളത് അസത്ത്. അഹം എന്നുള്ളത് അനുഭവം, ഇതം എന്നുള്ളത് ജഡം. അഹം എന്നുള്ളത് ദൃക്ക്, ഇതം എന്നുള്ളത് ദൃശ്യം. അഹം എന്നുള്ളത് ആത്മാ, ഇതം എന്നുള്ളത് ജഗത്ത്. ഇതം സർവം ഇവിടെ പറഞ്ഞു ഭഗവാൻ. അവിനാശിതു തദ്വിദ്ധി ഏന ഇതം സർവം തതം. ഇപ്പൊ ഇതം സ്വരൂപം കൊണ്ട്, ഇതം വാക്കുകൊണ്ട് പറയപ്പെടുന്ന ഈ ജഗത്തുണ്ടല്ലോ, ജഗത്ത് മുഴുവൻ തതം. തതം എന്ന് വെച്ചാൽ വ്യാപിച്ചു കിടക്കുന്നത്. എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു? ജഗത്തിൽ മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുന്നു. അഹമേവ ഇതം സർവം. എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ സ്വപ്നം കാണുന്നു ഇവിടെ കിടന്ന്. സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ ഇവിടെ പ്രഭാഷണത്തിന് വരുന്നതായിട്ട് സ്വപ്നം കാണുന്നു. അതിൽ എറണാകുളത്തപ്പൻ ക്ഷേത്രവും ഈ ഹാളും, ഈ ഹാളിൽ നിങ്ങളും, അവിടുത്തെ വലിയ ഗ്രൗണ്ടും അടുത്തുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഞാൻ കാണുന്നു സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ വിശാലമായിട്ടുള്ള പ്രദേശം കാണുന്നു, എത്രയോ കെട്ടിടങ്ങൾ കാണുന്നു അല്ലേ? അതിലൊക്കെ ഞാൻ വ്യാപിച്ചിരിക്കണുണ്ടോ ഇല്ലയോ? അതൊക്കെ എന്നിലാണ് ഞാൻ കാണുന്നത്. അതൊക്കെ എന്നിലിരിക്കണു, അതിൽ ഞാനും ഇരിക്കണു. അതിൽ മുഴുവൻ ഞാൻ വ്യാപിച്ചിരിക്കുന്നു. ഓരോ ഇഞ്ചിലും ഞാനാണ് ഉള്ളത്. എന്നിലാണ് അത് കാണുന്നത്. അതേപോലെ ഇവിടെ ആത്മാവാകുന്ന അഹത്തിൽ ഇതം ശബ്ദവാച്യമായ ജഗത്ത് പൊങ്ങിക്കാണുന്നു. ആ ഇതം ശബ്ദവാച്യമായ ജഗത്തിൽ അഹം ശബ്ദവാച്യമായ ആത്മാ തതം വ്യാപിച്ചിരിക്കണു എന്നാണ്. സർവമിതം തതം. എങ്ങനെ വ്യാപിച്ചിരിക്കണു എന്ന് വെച്ചാൽ, മുണ്ടിൽ നൂല് പോലെ, അല്ലാതെ റൂമിൽ പുക പോലെയല്ല. ഈ റൂമിൽ ചന്ദനത്തിരി പുകച്ചാൽ വ്യാപിക്കും. അപ്പൊ എന്താണ്? റൂം പുകയെ ഉൾക്കൊള്ളുന്നു. ആ പുക റൂമിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയല്ലാതെ മുണ്ടിൽ നൂല് പോലെ ആത്മാ ജഗത്തിൽ വ്യാപിച്ചിരിക്കണു. അങ്ങനെ പറഞ്ഞാലോ? നൂലില്ലാത്ത മുണ്ട് മതി എനിക്ക് എന്ന് പറഞ്ഞാലോ? മുണ്ട് ഉടുക്കാതെ നടക്കേണ്ടി വരും അല്ലേ? നൂലില്ലാത്ത മുണ്ട് ഇല്ല. അതുപോലെ ചൈതന്യമില്ലാത്ത, ചൈതന്യം മൈനസ് ജഗത്ത് എന്ന് പറഞ്ഞാൽ ജഗത്തില്ല. ചൈതന്യം തന്നെ ജഗത്ത്. അതുകൊണ്ട് ഈ ജഗത്ത് ഭഗവാന്റെ വിഗ്രഹമാണ്. ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം ആരംഭിക്കുമ്പോൾ ശുഖബ്രഹ്മ മഹർഷി പ്രപഞ്ചത്തിനെ മുഴുവൻ നാരായണന്റെ ശരീരമായി വർണ്ണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇത് മുഴുവൻ ഭഗവത് സ്വരൂപം. ബിംബം ഏതത് ചരാചരം. ഭഗവാന്റെ ബിംബം ഏതാണെന്ന് വെച്ചാൽ, അമ്പലത്തിലുള്ളത് നമുക്ക് ഉപാസനയ്ക്ക്, അതിനേക്കാളും ഉജ്ജ്വലമായൊരു ബിംബം നമ്മളുടെ മുമ്പിൽ നിൽക്കണു. വിരാട് സ്വരൂപമായ ജഗത്. ബിംബമേത ചരാചരം. ഈ ചരവും അചരവും ബിംബമാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ പറയുന്നു, ഇതം സർവം ഏന തതം. ഈ ജഗത്ത് മുഴുവൻ ഏതൊന്നുകൊണ്ട് ഓരോ ഇഞ്ചിലും വ്യാപിച്ചിരിക്കുന്നു. അത് സാക്ഷാത്കാരം ഉണ്ടായവർക്ക് അതല്ലാതെ ഒന്നും കാണാൻ വയ്യ. സാക്ഷാത്കാരമില്ലാത്തവർക്ക് അതിനെ കാണാൻ വയ്യ. ഇപ്പൊ ഒരാൾക്ക് സ്വർണം എന്താണെന്ന് അറിയില്ല. അയാളുടെ അടുത്ത് വള, മാല, മോതിരം, കിരീടം ഒക്കെ കാണിച്ചു കൊടുത്തു. അയാൾ ചോദിക്കണു, ഇതെന്താ? ഇത് വള. ശരി. ഇതെന്താ? ഇത് മാല. ഇതെന്താ? ഇത് കിരീടം. ഇതെന്താ? ഇത് കങ്കണം. ഓരോന്നായി കാണിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം അയാൾ ചോദിക്കുക, സ്വർണം എവിടെ? സ്വർണം എവിടെ? ഇത് വള, ഇത് മാല, ഇത് ഇപ്പൊ ഇയാൾക്ക് സ്വർണം എന്താണെന്ന് അറിയാത്തിടത്തോളം അയാൾ സ്വർണത്തിനെ കാണുന്നില്ല. സ്വർണത്തിനെയാണ് കാണുന്നതെങ്കിലും സ്വർണത്തിനെ കാണുന്നില്ല. ഇതൊക്കെ ഏകദേശ ഉദാഹരണങ്ങളാണ് കേട്ടോ. ഇതിനെയൊന്നും പാരമാർത്ഥികത്തിൽ യോജിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഏകദേശ എക്സാമ്പിളാണ്. അനുഭൂതി ഹൃദയത്തിൽ ഏർപ്പെടുമ്പോൾ, ഉള്ളിൽ ഞാൻ എന്നുള്ള ബോധം തെളിഞ്ഞു വരുമ്പോൾ പുറമേക്ക് മുഴുവൻ അത് കാണും. തായ്മാനവസ്വാമികളുടെ അടുത്ത് പറയുന്നു, തന്മയമായി നിன்ற നിலை താനേ താൻ ആകി നിன்றால் നിന്മയമായി എല്ലാം നികഴും പരാപരമേ. തന്മയമായി നിன்ற நிலை தானே தான் ஆகி நின்றால் நின்மயமாய் எல்லாம் நிகழும் பராபரமே.
തൻ്റെ ഹൃദയത്തിൽ താൻ നിറഞ്ഞു നിന്നാൽ കാണുന്നിടത്തൊക്കെ ഈശ്വരമയം എന്ന് വെച്ചാൽ ഈശ്വരനാണ് ഉള്ളിലുമുള്ള സ്റ്റഫ്. അതിൽ നിലച്ചവ പുറത്തേക്ക് മുഴുവൻ അതാണ്. എന്നിട്ട് അതെങ്ങനെ നിറഞ്ഞിരിക്കണു എന്ന് വെച്ചാൽ പാക്കും ഇടം എങ്കും ഒരു നീക്കം അറ നിറയ്കിன்ற പരിപൂർണ ആനന്ദമേ. പാക്കും ഇടം എങ്കും, എവിടെ നോക്കിയാലും എവിടെ ദൃഷ്ടി വീണാലും ഒരു നീക്കം അറ എന്ന് വെച്ചാൽ ഒന്ന് ചലിപ്പിക്കാൻ ഒരു സ്പേസ് വേണ്ടേ, ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ചലിക്കാൻ, അതില്ല. ഒരു നീക്കം അറ നിറയ്കിன்ற പരിപൂർണ ആനന്ദമേ. ആ പരിപൂർണ ആനന്ദ വസ്തു തതം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അവിനാശിതു തദ്വിദ്യ, അത് വിനാശമില്ലാത്തതാണ്, അതിന് നശിക്കാൻ പറ്റില്ല. ഏത് ജനിച്ചുവോ അത് നശിക്കും. ഇത് ജനനവും നാശവും ഇല്ലാത്ത വസ്തുവാണ്. സകല നാശവും ജനനവും ഒക്കെ അതിലാണ് സംഭവിക്കുന്നത്, അതിന് നാശമൊന്നുമില്ല. അവിനാശി തു തദ്വിദ്ധി ഏന സർവമിതം തതം. ഈ ജഗത്ത് മുഴുവൻ ഏതിനാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ ഹേ അർജുന അവിനാശിയായ തത്വം എന്നറിയൂ. വിനാശം അവ്യയസ്യ അസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവ്യയം എന്ന് വെച്ചാൽ, വ്യയം എന്ന് വെച്ചാൽ തീർന്നു പോണത്, അല്പം എന്നർത്ഥം. അവ്യയം എന്ന് വെച്ചാൽ തീർന്നു പോവാത്തത്, അനന്തം എന്നർത്ഥം. അത് തീർന്നു പോവുകയേ ഇല്ല. അതിനെ എങ്ങനെ നശിപ്പിക്കാൻ പറ്റും? എന്തുകൊണ്ട് നശിപ്പിക്കും? എവിടെ നശിപ്പിക്കും? അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. യാതൊന്നും അതിനെ ചെയ്യാൻ പറ്റില്ല. വിനാശം അവ്യയസ്യ അസ്യ ന കശ്ചിത് കർത്തുമർഹതി. ആരും ചെയ്യില്ല. ഞാൻ ചെയ്യുന്നു പറഞ്ഞ ഒരാൾ പൊന്തിയാൽ ആ ചെയ്യണവനും ഇത് തന്നെ, ഈ ബ്രഹ്മം തന്നെയാണ്. അയാൾ എവിടെ നശിപ്പിക്കും? നശിപ്പിക്കുന്നവൻ, നശിക്കപ്പെടുന്ന വസ്തു എന്ന് രണ്ടേ അവിടെ ഇല്ല. അതുകൊണ്ട് അതിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പാരമാർത്ഥികത്തിനെ പറഞ്ഞു. പാരമാർത്ഥിക ദശയിൽ ഇവിടെ ഒന്നും ജനിക്കുന്നില്ല, ഒന്നും നശിക്കണില്ല. ഇതാണ് വൈശാരദീ ബുദ്ധി എന്ന് ഭാഗവതത്തിലും ഗൗഡപാദകാരികയിലും ഒക്കെ വരും. വൈശാരദീ ബുദ്ധി എന്നാണ്. വൈശാരദ്യം തു വൈ നാസ്തി ഭേദേ വിചരതാം സദാ. ഗൗഡപാദാചാര്യർ പറഞ്ഞു, എല്ലാം വേറെ വേറെ അനേക വസ്തുക്കളുണ്ട് എന്ന് കരുതുന്നവർക്ക് ബുദ്ധിയിൽ ഈ വിശാരദ ഭാവം വരില്ല എന്നാണ്. തെളിഞ്ഞ ഭാവം, നിറഞ്ഞ ഭാവം വരില്ല. ആര് ഈ ജനനമരണശൂന്യമായ തത്വത്തിനെ അറിഞ്ഞിരിക്കുന്നു, ഇവിടെ ഒന്നും സംഭവിക്കണില്ല. ഒരു മഹാത്മാവ്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, അദ്ദേഹത്തിനെ കാണാൻ ഒരു 10 പേരായിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആരും വന്നിട്ടില്ല, ഇവിടെ ഒന്നും സംഭവിക്കണില്ല. എല്ലാവരും പുറപ്പെടാൻ നിന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊക്കെ ഇതപ്പോൾ പുറപ്പെടണു, പക്ഷെ നിങ്ങൾ എവിടെയും പോവാൻ പോണില്ല, ഒന്നും ആരും വന്നിട്ടുമില്ല, പോണുമില്ല. ഇതെന്തിനറിയോ ഇങ്ങനെ പറയണത്? ഒരു വികാരവും ഉണ്ടാവാതിരിക്കാൻ. അല്ലെങ്കിൽ വരുമ്പോൾ സന്തോഷം, പോകുമ്പോൾ ദുഃഖമൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും സംഭവിക്കണില്ല എന്നുള്ള പാരമാർത്ഥിക സത്യം അറിഞ്ഞാൽ അതൊന്നും കൊണ്ട് മനസ്സ് ചലിക്കില്ല, ഒരേ സ്ഥിതിയിൽ നിൽക്കും. അപ്പോ അവ്യയമാണ് ആ തത്വം. ആ അവ്യയ തത്വത്തിന് ഏറ്റക്കുറവുകളൊന്നുമില്ല. അതിൽ തളർച്ചയും വളർച്ചയും ഒന്നുമില്ല. ആര് ഈ അവ്യയ തത്വത്തിനെ അറിയുന്നു അവനും അവ്യയനായിട്ട് തീരും. ഇപ്പം നമ്മൾ ശാരീരിക തലത്തിൽ നിൽക്കുമ്പോൾ ഫിസിക്കൽ എനർജി ക്ഷീണിച്ചു പോവും. കുറേ പ്രവർത്തിച്ചാൽ തളർന്നു പോവും, ഉറങ്ങും, അല്ലേ? അതേപോലെ മാനസികമായ എനർജിയും കുറേ ഉപയോഗിച്ചാൽ തളർന്നു പോകും. ഇതിനൊക്കെ വ്യയമുണ്ട്. യോഗ സാധനകൾ കൊണ്ട് നേടുന്നതാണ് ബ്രഹ്മവർച്ചസ്. അതും പ്രാണശക്തിയെ ഉപയോഗിച്ചിട്ടാണ് ഈ ബ്രഹ്മവർച്ചസ് ഉണ്ടാവുന്നത്. ഒരു പ്രത്യേക ഒരു ആനന്ദം, ഒരു സന്തോഷം, ഒരു എക്സൈറ്റ്മെന്റ് എവിടെ ഉണ്ടോ അവിടെ മനസ്സുണ്ട്. അതും തളർന്നു പോകും, അതും വന്നിട്ട് പോകും. ഒരു എക്സ്റ്റസി കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ വരും, അതും തളർന്നു പോകും. പക്ഷെ ജ്ഞാനികളുടെ മൂലസ്ഥിതി, സ്വരൂപസ്ഥിതി, അവിടെ വളർച്ചയും തളർച്ചയും ഒന്നുമില്ല. സദാ ഒരേ എനർജിയുടെ മുഴുവൻ സോഴ്സിലാണ് അവരിയ്ക്കുന്നത്, ഊർജത്തിൻ്റെ മുഴുവൻ സോഴ്സിൽ. അവിടെ വ്യയമൊന്നുമില്ല. കാരണം അവർ പോകുന്നുമില്ല, വരുന്നുമില്ല, ജനിക്കുന്നുമില്ല, വളരുന്നുമില്ല, പൂർണ്ണതയിൽ നിൽക്കുകയാണ്. സർവത്ര ആ ഒരു സത്യത്തിനെ കണ്ടുകൊണ്ടിരിക്കുന്നവർ. അപ്പോൾ ആ അവ്യയത്തിന് നാശമേ ഇല്ല, അതിന് ജനനവുമില്ല.
അതുകൊണ്ടാണ് ബുദ്ധൻ തിരിച്ചു വന്നപ്പോൾ, ബുദ്ധനായിട്ട് വന്നപ്പോൾ സിദ്ധാർത്ഥൻ ഭാര്യയെ കണ്ടു. പിന്നെ യശോദരയെ കാണുമ്പോൾ യശോദര ചോദിച്ചു, അങ്ങ് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയല്ലോ, എന്നിട്ട് അങ്ങക്ക് എന്ത് മാറ്റമാണ് വന്നത് ചോദിച്ചു. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു അത്രേ, എനിക്ക് ഒരു മാറ്റവും വന്നില്ല, ഇതറിയാനായിട്ടാണ് ഞാൻ പോയത്. ഏതെങ്കിലും മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചു ഞാൻ, പക്ഷെ ഒരു മാറ്റവും വരാനില്ല എന്നുള്ളത് ഞാൻ കണ്ടെത്തി എന്നാണ്. എന്നുവെച്ചാൽ സ്വരൂപത്തിൽ മാറ്റമൊന്നും വരാനില്ല, മാറുന്നത് മാറിക്കൊണ്ടേയിരിക്കും. ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, സുഷുപ്തിയിലുള്ള മറ, അതടക്കം മാറും. ഇന്നലെ പറഞ്ഞുവല്ലോ, ഇതൊന്നും ഞാനല്ല, അതിനെ ഒന്നും ചെയ്യാനും പറ്റില്ല, അതൊക്കെ പ്രകൃതി. ഞാനോ മാറ്റമില്ലാത്ത വസ്തുവാണ്. ഇത് അറിയേണ്ടി വന്നു, അത്രയേ ഉള്ളൂ. അറിയാനായിട്ട് വിട്ടിട്ട് പോയി. പക്ഷേ ഒന്നും മാറ്റം വരാനോ ഏറാനോ കുറയാനോ കൂടാനോ ഒന്നുമില്ല. പൂർണ്ണമാണ് ആ സത്യസാക്ഷാത്കാരം. ഇത് പാരമാർത്ഥിക സ്ഥിതി. ഇനി വ്യാവഹാരിക സ്ഥിതിയിലേക്ക് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു, ശരീരത്തിനെ കുറിച്ച് പറയുന്നു. ഇപ്പൊ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു, അത് സർവത്ര വ്യാപിച്ചു നിൽക്കണു, അതിന് നാശമില്ല, അത് പൂർണ്ണമാണ്, അതിന് വ്യയമില്ല എന്ന് പറഞ്ഞു. ഇനി വ്യാവഹാരിക ദശയിൽ വന്ന് ശരീരത്തിനെ കുറിച്ച് പറയാണ്. നോക്കാം അടുത്ത ശ്ലോകം. അന്തവന്തയിമേ ദേഹാം നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. ഒരിക്കൽ കൂടെ. അന്തവന്ത ഇമേ ദേഹാം നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുധ്യസ്വ ഭാരത. മുമ്പിലത്തെ ശ്ലോകം അവിനാശി എന്ന് തുടങ്ങി, ഈ ശ്ലോകം അന്തവന്തഃ എന്ന് തുടങ്ങി. രണ്ടും ഓപ്പോസിറ്റാണ്. അവിനാശി എന്ന് വെച്ചാൽ നാശമില്ലാത്തത്, അന്തവന്തഃ എന്ന് വെച്ചാൽ നശിക്കുന്നത്, അവസാനിക്കുന്നത് എന്നർത്ഥം. ഏതിനെയാ അവിനാശി എന്ന് പറഞ്ഞത്? അഹത്തിനെ അവിനാശി എന്ന് പറയുന്നു. ഇപ്പൊ ഏതിനെയാ അന്തവന്തം എന്ന് പറയുന്നത്? ഇതത്തിനെ അന്തവന്തം എന്ന് പറയുന്നു. അഹം അവിനാശി, ഇതം അന്തവന്തം. ഇതം എന്ന് വെച്ചാൽ സുഷുപ്തിയിലെ തമസ് മുതൽ ജഡശരീരം വരെ ഉള്ളത് എല്ലാം ഇതം പദ വാച്യം. ഈശാവാസ്യോപനിഷത്തില് ഈശാവാസ്യം ഇതം എന്നുള്ള സ്ഥലത്തോ മറ്റോ ശങ്കരാചാര്യ സ്വാമികൾ അവ്യക്താത് ദേഹപര്യന്തം ഇതം അനാത്മാ, അവ്യക്തം മുതൽ ആ സുഷുപ്തിയിലുള്ള ഇരുട്ട് മുതൽ ജഡശരീരം വരെ എല്ലാം ഇതം പദം. ഇതൊക്കെ ദൃശ്യമാണ്, ഇതൊക്കെ ഞാൻ കാണുന്നു. സുഷുപ്തിയിലെ ഇരുട്ട് പോലും സൂക്ഷ്മദശയിൽ ദൃഗ്ദൃശ്യഭേദം അല്പമുള്ള പോലെ തോന്നും, ഇരുട്ടിൽ മറഞ്ഞു കിടക്കുന്ന പോലെ. സുഷുപ്തിയിലെ ഇരുട്ട് പോലും തമോമയമായ ഒരു മണ്ഡലമുണ്ട്. അവിടുന്ന് തുടങ്ങി ജഡമായ ഈ ദേഹം വരെ എല്ലാം ഇതംപദ വാച്യം. അതൊക്കെ അന്തവന്തഃ ഇമേ ദേഹാഹ, ഈ ദേഹങ്ങൾ, ഈ ശരീരം, അതേപോലെ സൂക്ഷ്മ ശരീരം, കാരണശരീരം എല്ലാം അവസാനിച്ചു പോകും. സൂക്ഷ്മ ശരീരം മോക്ഷത്തിൽ അവസാനിക്കും, കാരണശരീരവും മോക്ഷത്തിൽ അവസാനിക്കും. സ്ഥൂല ശരീരം ഓരോ ജനനത്തിലും അവസാനിക്കും. ശരിക്കും പറഞ്ഞാൽ ഓരോ ക്ഷണത്തിലും അവസാനിച്ചുകൊണ്ടേയിരിക്കണം സ്ഥൂല ശരീരം, അല്ലേ? മരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ. ശൈശവത്തിലെ ശരീരം കൗമാരത്തിൽ പോയി പോകുന്നു, കൗമാരത്തിലെ ശരീരം യൗവനത്തിൽ പോയി പോകുന്നു, യൗവനത്തിലെ ശരീരം വാർദ്ധക്യത്തിൽ മറഞ്ഞു പോകും, വാർദ്ധക്യത്തിലെ ശരീരം അവസാനം തീയിലും മറഞ്ഞു പോകും. എല്ലാം അന്തവന്ത ഇമേ ദേഹാഹ. ഇതെന്തിനാ പറയണത്? ആ ദേഹത്തിനോട് വൈരാഗ്യം വരാം. അധ്യാത്മജ്ഞാനത്തിന് ഏറ്റവും പ്രധാനമാണ് വൈരാഗ്യം.
നമ്മളുടെ സാധനയിൽ നമുക്ക് മുഖ്യമായി വേണ്ടത് വൈരാഗ്യമാണ്. ഇന്നത്തെ സ്പിരിച്വൽ ഫീൽഡിൽ ഏറ്റവും കുറവായിട്ടുള്ള ഒരു ക്വാളിറ്റിയും അതാണ്. അപ്പോൾ നമുക്ക് വൈരാഗ്യം എല്ലാം നമുക്ക് വളരെ പോഷായിട്ടാണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റി പോലും കിട്ടുന്നത്. വൈരാഗ്യം ഒന്നും ഉണ്ടാവാൻ ശരീരത്തിനോട്, ശരീരം ഞാനല്ല എന്നറിഞ്ഞ് സ്വരൂപത്തിൽ രമിക്കാനായിട്ട് വൈരാഗ്യത്തിനായി ഭഗവാൻ പറഞ്ഞു ഈ ദേഹം അന്തവന്ത. പക്ഷെ ഈ ദേഹം ആരുടെയാണ്? നിത്യസ്യ ഉക്ത ശരീരിണഃ. ശരീരിയുടെയാണ് ശരീരം. ശരീരി ഭഗവാനാണെന്ന് അറിഞ്ഞാലേ ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ വലിയ അനുഗ്രഹമായിട്ട് തരും. ദേഹം ഞാനല്ല, ദേഹം എൻ്റെ അല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല. ഈ ഞാൻ എന്നുള്ളത് തന്നെ എടുത്തു മാറ്റിയിട്ട് യഥാർത്ഥ ഞാനിൻ്റെ സ്ഥാനത്ത് ഈശ്വരൻ എന്ന് കരുതിയാൽ ഭക്തിമാർഗത്തിൽ ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ഇത്യഭിധീയത്തെ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ക്ഷേത്രജ്ഞൻ ഭഗവാനായതുകൊണ്ട് ഈ ശരീരം ഭഗവാന്റെ, ഈ ശരീരം ഭഗവാനു വേണ്ടി, ഈ ശരീരം ഭഗവാന്റെ ഉപകരണം എന്ന് ധരിച്ചാൽ ശരീരത്തിനോടുള്ള മമതയൊക്കെ അറ്റുപോകും. ഭഗവാന്റെ കയ്യിൽ ഒരു യന്ത്രം, രാമകൃഷ്ണ പരമഹംസർ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ യന്ത്രം, അമ്മ യന്ത്രി, ഞാൻ ദാസൻ, അമ്മ യജമാനൻ, ഞാൻ ഭക്തൻ, അമ്മ ഭഗവാൻ. അമ്മ എങ്ങനെ നിയന്ത്രിക്കണോ അതുപോലെ ഞാൻ ചലിക്കുന്നു. അമ്മ പറയിപ്പിക്കുന്ന പോലെ ഞാൻ പറയുന്നു. അമ്മ ചിന്തിപ്പിക്കണ പോലെ ഞാൻ ചിന്തിക്കണു. എനിക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇതാണ് എൻ്റെ സ്വാതന്ത്ര്യം. ഇതറിഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്രനായി. ഈ അഹങ്കാരത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൽ അസ്തമിക്കുന്നു. ഭഗവാന്റെ കയ്യിൽ ഒരു ഉപകരണമായിട്ട് തീരണു ജീവൻ. അപ്പോ നിത്യസ്യോക്ത ശരീരിണ, ശരീരിയായ ഭഗവാന്റെ ആണ് ഈ ശരീരം. ഈ ശരീരമോ ശരീരി എങ്ങനെയുള്ള ആളാണ്? അനാശിനഃ, നാശമില്ലാത്തവനാണ്. അപ്രമേയസ്യ, അളക്കാൻ പറ്റാത്തവനാണ്. അവൻ്റെ ശക്തിയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും നമുക്ക്. മനുഷ്യരാശി മുഴുവൻ നശിച്ചു പോണത് ഈശ്വരനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് എല്ലാവരും പറയും. ഈശ്വരൻ ആരാ? ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ നമ്മളുടെ അനുഭവമണ്ഡലത്തിൽ ഹൃദയത്തിൽ സദാ നിയന്താവായിട്ടിരിക്കുന്നു. നമുക്ക് വേണ്ടതൊക്കെ അദ്ദേഹം ചെയ്യും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ ബുദ്ധിയിൽ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അല്ലേ? മനുഷ്യൻ്റെ തന്നെ ജീവിതത്തിന് നോക്കുക. പക്ഷികളോ മൃഗങ്ങളോ ഒന്നും നാളത്തേക്ക് വേണ്ടി ചേർത്ത് വെക്കണില്ല, യാതൊന്നിനെ കൊണ്ടും വിഷമിക്കണില്ല, അവരും ജീവിക്കണം. പക്ഷെ നമ്മൾ ഹൃദയത്തിലുള്ള ആ സർവനിയന്താവിനെ, സർവജ്ഞനും സർവവിത്തുമായിട്ടുള്ള ആ ശക്തിയെ വിശ്വസിക്കാതെ പുറമേക്കുള്ള പവറിനെ ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് സകല ദുഃഖവും. അവൻ അപ്രമേയനാണ്. പ്രമേയം എന്ന് വെച്ചാൽ അളക്കാവുന്നത്. അവൻ അളക്കാൻ പറ്റാത്ത അറിവിൻ്റെ ഖനിയും ശക്തിയുടെ ഖനിയുമാണ്. യസ് സർവജ്ഞ സർവവിത് യസ്യേഷ മഹിമാ ഭുവി യസ്യ ജ്ഞാനമയം തപഃ എന്നൊക്കെ ഉപനിഷത്ത് പറയുന്ന ആ ആത്മാ തന്നെയാണ് ഈശ്വരൻ. ഈശ്വരൻ രക്ഷിക്കും എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞപ്പോൾ രമണ മഹർഷി പറഞ്ഞു, ഡു നോട്ട് ഡെലൂഡ് യുവർ സെൽഫ് ബൈ തിങ്കിങ് അബൌട്ട് എ ഗോഡ് ഔട്ട്സൈഡ് യുവർ സെൽഫ്. നിങ്ങളുടെ ഹൃദയസ്ഥാനത്തിൽ ഏതൊരു ബോധമുണ്ടോ അവിടെ തന്നെ ഈശ്വരനെയും അനുഭവിക്കണം, നമ്മളുടെ ഉള്ളിൽ നിയന്ത്രിക്കണം. ആചാര്യ ലക്ഷ്മണ ശർമ്മ, നാച്ചുറോപ്പതിയുടെ ഫാദർ ഓഫ് നാച്ചുറോപ്പതി എന്ന് ഇന്ന് അംഗീകരിച്ചിരിക്കുന്ന ആചാര്യ ലക്ഷ്മണ ശർമ്മ, അദ്ദേഹത്തിൻ്റെ നാച്ചുറോപ്പതിയിൽ അദ്ദേഹത്തിനെ അറിയുന്നവര് അദ്ദേഹത്തിൻ്റെ മറ്റേ ചരിത്രം അറിയില്ല. അദ്ദേഹത്തിൻ്റെ മറ്റേ ചരിത്രം അറിയുന്ന പലരും അദ്ദേഹത്തിൻ്റെ നാച്ചുറോപ്പതി അറിയില്ല. അദ്ദേഹം രമണ മഹർഷിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. മുരുകനാർ സ്വാമികൾ, ആചാര്യ ലക്ഷ്മണ ശർമ്മ, കാവ്യകണ്ഠ ഗണപതി മുനി ഇവരൊക്കെ പാർഷദന്മാരിൽ പെട്ടവരായിരുന്നു. ആചാര്യ ലക്ഷ്മണ ശർമാവിനെ തമിഴിൽ യാർ എന്ന പേരിലേ അറിയുള്ളൂ രമണാശ്രമത്തിൽ. ഇംഗ്ലീഷിൽ ഹൂ എന്നാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളൊക്കെ മഹർഷിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. പേരെഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരോ ചോദിച്ചു, എന്താ പേരെഴുതാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ആരാ എഴുതിയത് ചോദിച്ചു അത്രേ മഹർഷി. എഴുതിയ ആൾ ആര് എന്ന് ചോദിച്ചു അത്രേ. അതുകൊണ്ട് ആ പുസ്തകത്തിലൊക്കെ ഹൂ എന്നേ പേരിട്ടുള്ളൂ, യാർ എന്നേ പേരിട്ടുള്ളൂ. ആചാര്യ ലക്ഷ്മണ ശർമാവിൻ്റെ പ്രസിദ്ധമായ ബുക്കാണ് നാച്ചുറൽ ലൈഫ്.
ആ നാച്ചുറൽ ലൈഫിൽ വളരെയധികം ഭാഗങ്ങൾ അദ്ദേഹം ഈ ഹൃദയത്തിലുള്ള ഈശ്വരചേതനയുടെ സർവശക്തിത്വം, അപ്രമേയമായ ആ വൈഭവത്തിനെ പറഞ്ഞുകൊണ്ട് പറയുന്നു, അതിനെ വിശ്വസിച്ചാൽ തന്നെ സകല വ്യാധികളും ഗുണമാകും. മനുഷ്യനെ ഒഴിച്ചുള്ള സകല പ്രാണികളും അതിനെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. ഇൻഫാക്ട് വിശ്വാസം എന്ന് പറഞ്ഞ് മാനസികമായൊരു വികാരമല്ല, നാച്ചുറലായിട്ട്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീട്ടിന് ഓപ്പോസിറ്റ് ഒരു വീട്ടിൽ ഒരു എരുമയ്ക്ക് സുഖക്കേട് പിടിച്ചിരിക്കുക. അപ്പോൾ വെറ്റിനറി ഡോക്ടറെ കൊണ്ടുവന്ന് ചികിത്സിക്കണം. ദിവസം ചികിത്സിക്കണു, ഇഞ്ചക്ഷൻ വെക്കുന്നു, മരുന്ന് കൊടുക്കുന്നു. എരുമ വീക്കായിക്കൊണ്ടേ വരുന്നു. അവസാനം ആ ഡോക്ടർ എഴുതി കൊടുത്തു, ഇനി ഈ എരുമ ജീവിക്കില്ല, എരുമ ചത്തുപോകും എന്ന് ഡോക്ടർ എഴുതി കൊടുത്തു. ഇത്രയും ആയപ്പോൾ ലക്ഷ്മണ ശർമ്മ പോയിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറയണതൊന്ന് കേൾക്കൂ. ഏതായാലും അദ്ദേഹം ചത്തുപോകും എന്ന് നിങ്ങൾക്ക് എഴുതി തന്നുവല്ലോ, ഇനി ഞാൻ പറയണതൊന്ന് കേൾക്കുമോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ശരി, എന്താ പറയൂ. ആ എരുമയെ ഒന്ന് അഴിച്ചു വിടുക എന്ന് പറഞ്ഞു. ഇത്രയേ പറഞ്ഞുള്ളൂ. ആ എരുമയെ ഒന്ന് കെട്ടഴിച്ചു വിടൂ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവർ എരുമയെ കെട്ടഴിച്ചു വിട്ടു. കെട്ടഴിച്ചു വിട്ടപ്പോൾ എരുമ പതുക്കെ തൊഴുത്തു നിന്ന് എഴുന്നേറ്റു, വെളിയിൽ നടന്നു. എന്തൊക്കെയോ പുല്ലോ ചെടിയോ എന്തൊക്കെയോ കടിച്ചു. വെയിലത്ത് പോയി 2 ദിവസം ഒന്നും കഴിക്കാതെ കിടന്നു, വെയിലും കൊണ്ട് കിടന്നു. 3-ാമത്തെ ദിവസം അത് പതുക്കെ എഴുന്നേറ്റ് ഇത്തിരി വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് പതുക്കെ പുല്ല് തിന്നാൻ തുടങ്ങി. 4-5 ദിവസം കഴിയുമ്പോഴേക്കും ഒരുമാതിരി റിക്കവറായി വന്ന് വയ്ക്കോല് തിന്നു, പിണ്ണാക്കും മറ്റുമൊക്കെ തിന്നാൻ തുടങ്ങി. എരുമയ്ക്ക് ബലം വെച്ച് വന്നു. അപ്പോൾ അദ്ദേഹം പറയാണ്, നമ്മളുടെ ബുദ്ധി എവിടെ കിടക്കണു, ഒരിക്കലും ഇൻഫാലിബിൾ ആയിട്ടുള്ള ആ ഹൃദയത്തിലുള്ള ഗൈഡ് എവിടെ കിടക്കണു, അദ്ദേഹത്തിൻ്റെ അപ്രമേയമായ ശക്തി എവിടെ കിടക്കും. ആ അപ്രമേയൻ്റെ ആണ് ഈ ശരീരം, അയാളുടെ സ്വത്താണ് ഈ ശരീരം. അയാൾക്കറിയാം ഇതിനെ എങ്ങനെ ചികിത്സിക്കണമെന്ന്. പക്ഷെ നമുക്ക് വിശ്വാസമില്ല. ആ ശക്തിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഇത്രയധികം ഡെവലപ്മെന്റ്സ് എന്ന് നമ്മൾ പറയണ മായ ഉണ്ടായിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞാൽ എന്താ പറയാ, പഴഞ്ചനായി പോവും. ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെ പറയണവർ പോലും ഇപ്പോൾ മോഡേൺ വേൾഡിന്റെ സൈഡിലാണ് നിൽക്കണത്. ആസ്പത്രി വേണം, സ്കൂള് വേണം, എന്നാലേ പേരും പുകഴും ഒക്കെ കിട്ടുകയുള്ളൂ. ആർക്കും എതിരല്ല നമ്മൾ. പക്ഷേ പറയണത് മുഴുവൻ തെറ്റിപ്പോയിരിക്കുന്നു, എവിടെയോ കണക്ക് തെറ്റിപ്പോയിരിക്കണു, പഴച്ചു പോയിരിക്കുന്നു. നമുക്ക് എവിടെയോ തെറ്റിപ്പോയിരിക്കണം. തെറ്റിപ്പോയത് എവിടെയാണ്? അപ്രമേയമായ ആ ശക്തിയെ നമ്മൾ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണു. പക്ഷെ അയാളെ എവിടെയോ പ്രതിഷ്ഠിച്ചത് കൊണ്ട് നമുക്ക് അയാളുടെ മഹിമ അറിയണില്ല. നമ്മളുടെ ഉള്ളിൽ കിടക്കണു അയാൾ. അദ്ഭുതമായി രോഗങ്ങൾ പലപ്പോഴും ഭഗവാനെ ആശ്രയിച്ചവർക്ക് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, അല്ലേ? അത് ഗുരുവായൂരപ്പനെ ആശ്രയിച്ചത് കൊണ്ട് ഗുരുവായൂർ പോയപ്പോൾ മാറി എന്ന് പറയും. ഗുരുവായൂരപ്പൻ ഗുരുവായൂരിലൊന്നുമല്ല. നമ്മൾ പ്രകൃതി എന്ന് വെച്ചാൽ ഒരേ അടിക്ക് ഉടനെ ഇനിയിപ്പോൾ നാളെ മുതൽ പച്ചക്കറി മാത്രം തിന്നണമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഉടനെ പ്രകൃതി ജീവനം എന്ന് അങ്ങോട്ടേക്ക് പോകും. അതിന് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. അത് പറ്റില്ലെങ്കിൽ പ്രകൃതി ജീവനത്തിനെ കുറിച്ചല്ല ഞാൻ പറയണത്. പ്രകൃതിക്ക് മുഴുവൻ നിയന്താവായ അപ്രമേയമായ ഒരു ശക്തി ഉള്ളിൽ കിടക്കണം. ആ ശക്തിയുടെയാണ് ഈ ശരീരം എന്ന് ഭഗവാൻ പറയണു. ഈ ശരീരം നിന്റെ അല്ല. നിന്റെ എന്നുള്ളത് കൊണ്ട് അഹങ്കാരത്തിൻ്റെ അല്ല ഈ ശരീരം. മനസ്സിലായോ? ഈ ശരീരം വ്യക്തിബോധത്തിൻ്റെ സ്വത്തല്ല. അതുകൊണ്ടാണ് ഈ വ്യക്തിബോധം എന്തൊക്കെ ടെക്നിക്കുകൾ കണ്ടുപിടിച്ചാലും ഈ ശരീരത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അഹങ്കാരത്തിൻ്റെ സ്വത്തല്ല ഈ ശരീരം. പിന്നെയോ അനാശിയും അപ്രമേയവുമായ ചൈതന്യത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റാണ് ഈ ശരീരം എന്നറിഞ്ഞാൽ ആ ചൈതന്യത്തിന് എങ്ങനെ വേണമെങ്കിലും ഈ ശരീരത്തിനെ ഉപയോഗിക്കാം. ഈ ശരീരം അതിൻ്റെ കയ്യിലാണ്. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ ഇപ്പം അർജുനനോട് എന്താ പറയുന്നത്? തസ്മാത്, അതുകൊണ്ട് അർജുന, ഈ ശരീരം നിന്റെ അല്ല. നീ ഈഗോ, അഹങ്കാരം. ഇപ്പൊ വർത്തമാനം പറയുന്ന ആളോ ഈശ്വരൻ, ഇവിടെ കൃഷ്ണൻ വ്യക്തിയല്ല. ഈ ശരീരം എൻ്റെ ആണ്.
അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ആ ശരീരത്തിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കണം എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. തസ്മാത് യുദ്ധസ്വ ഭാരത. യു ഹാവ് നോ റൈറ്റ്. ഒരിടത്ത് രമണ മഹർഷി പറയുന്നു, യു ഹാവ് നോ റൈറ്റ് ടു റിനൗൺസ് ഓർ റീറ്റെയിൻ. യുവർ ചോയ്സ് ഈസ് ബോണ്ടേജ് ടു യു എന്നാണ്. ഉപേക്ഷിക്കാനോ പിടിച്ചു നിർത്താനോ ഉള്ള സ്വാതന്ത്ര്യം നിനക്കില്ല. ഈ ഉപേക്ഷിക്കണം പിടിച്ചു നിർത്തണം എന്നൊക്കെ ശ്രമിക്കുന്ന ആളാരാ? അഹങ്കാരം. ആ അഹങ്കാരം തന്നെയാണല്ലോ ബന്ധം. അതാണ് ചുമ്മാ ഇരിക്കുമെന്നാണ്. ചുമ്മാ ഇരിക്കുമെന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉള്ളിലുള്ള പ്രസൻസ് ഉണ്ട്, നടക്കേണ്ടതൊക്കെ നടക്കണു പ്രകൃതിയിൽ സ്വതന്ത്രമായിട്ട്. അതിൻ്റെ കുറുക്കെ എന്തിനു വരണു? നടുവിൽ എന്തിനു കയറി വരണു? അപ്പൊ തസ്മാത് യുദ്ധസ്വ ഭാരത. ഹേ ഭാരത, ജഡമായ ശരീരം ചൈതന്യത്തിൻ്റെ ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിഞ്ഞ് സ്വാതന്ത്ര്യത്തോടുകൂടെ യുദ്ധം ചെയ്യാം. ജഡശരീരം ജനിക്കും മരിക്കും. അതിനെ മരിക്കാതെ ആർക്കും വെച്ചോണ്ടിരിക്കാനൊന്നും ഇവിടെ പറ്റില്ല. ചിന്മയാനന്ദ സ്വാമിയുടെ ഗുരുവായ സ്വാമി തപോവനം, അദ്ദേഹത്തിന് അവസാന കാലത്ത് കുറച്ച് സുഖമില്ലാതായപ്പോൾ ചിന്മയാനന്ദ സ്വാമിയും മറ്റ് ശിഷ്യന്മാരും ഒക്കെ കൂടെ ജീപ്പും ഒക്കെ കൊണ്ടുപോയി സ്വാമിയോട് പറഞ്ഞു, സ്വാമിജി കയറണം, ഞങ്ങൾ ഇപ്പം തന്നെ ഫ്ലൈറ്റിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അങ്ങേ ട്രീറ്റ്മെൻറ്റിന്. അപ്പൊ സ്വാമിജി ഒട്ടനെ ചോദിച്ച ചോദ്യം, എന്താ അമേരിക്കയിൽ ആരും മരിച്ചിട്ടില്ലേ എന്നാണ്. അമേരിക്കയിൽ ഇതുവരെ ആരും മരിച്ചിട്ടില്ലേ? അമേരിക്കയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അമേരിക്കയിൽ ഇതുവരെ ആരും മരിച്ചിട്ടേ ഇല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ, ഇത്രകാലം പരമസുഖമായി ആനന്ദമായി ഈ ഹിമവത് വിഭൂതി ആശ്രയിച്ചുകൊണ്ട് ഞാനിവിടെ ആനന്ദമായിട്ടിരുന്നു. യമൻ എൻ്റെ പടിവാതിൽക്കൽ ഇത്ര ദിവസം കാത്തു നിൽക്കുമായിരുന്നു. ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിനെ വിളിച്ച് ഈ ശരീരത്തിനെ ഏൽപ്പിക്കണ്ടേ? ഇത്ര കാലം എനിക്ക് യാതൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ സൗഖ്യമായി ലോകത്തിൽ ഇറങ്ങി വരാതെ ജീവിക്കാൻ അനുവദിച്ചുവല്ലോ. അതിന് കൃതാർത്ഥതയോടുകൂടെ ഈ ശരീരത്തിനെ ഏൽപ്പിക്കണ്ടേ? ഇനിയും പിടിച്ചു വെക്കുന്നതിൽ എന്താ അർത്ഥമാവുള്ളത്? അപ്പോ ശരീരം എന്നാണെങ്കിലും നശിക്കും. ആർക്കും അതിനെ അങ്ങോട്ട് നശിപ്പിക്കാതെ വെക്കാനൊന്നും പറ്റില്ല. തസ്മാത്, അതുകൊണ്ട്. ഈ ഭഗവാന് ചിലരൊക്കെ ചില വാക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വാക്കാണ് തസ്മാത്. ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് തസ്മാത് യുദ്ധസ്വ, തസ്മാത് യോഗീ ഭവ, തസ്മാത് യോഗയുക്തോ ഭവ. അപ്പോ അതാണ് ഭഗവാന്റെ ഒരു വർത്തമാനം പറയുന്ന സ്റ്റൈലാണത്. അപ്പോ ഭഗവാൻ പറഞ്ഞു, തസ്മാത് യുദ്ധസ്വ ഭാരത, അതുകൊണ്ട് അർജുന യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞ് കഠോപനിഷത്തിലെ ഒരു മന്ത്രത്തിനെ അല്പം അങ്ങോട്ടും മാറ്റിയിട്ട് ഭഗവാൻ പറയണു അടുത്ത ശ്ലോകം. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. ഹന്താചേൻ മന്യത്തെ ഹന്തും ഹതശ്ചേൻ മന്യത്തെ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ഹന്തി ന ഹന്യതേ. ഉപനിഷത്തിൽ ഇങ്ങനെ മറ്റോ ആ മന്ത്രം വരും. യഹ ഏനം വേത്തി ഹന്താരം യഹ ച ഏനം മന്യത്തെ ഹതം ഉഭൗ തൗ ന വിജാനീതഃ നായം ന അയം ഹന്തി ന ഹന്യത്തെ. യഹ യാതൊരുത്തൻ ഏനം ഇപ്പോൾ പറഞ്ഞ അവിനാശിയായ ഈ ആത്മാവിനെ ഹന്താരം വേത്തി കൊല്ലുന്നവനായിട്ട് കരുതുന്നു. ആരാ ഇവിടെ കരുതണത്? അർജുനൻ അല്ലേ? പേഴ്സണലി ഞാൻ കർത്താവാണ് എന്ന് കരുതുന്നവൻ. അതേപോലെ യശ്ച ഏതൊരുത്തനാണോ ഏനം വേത്തി ഹതം കൊല്ലപ്പെടുന്നതായിട്ട് കരുതും. അതായത് ഇവരെയൊക്കെ ഭീഷ്മർ ദ്രോണർ ഇവരെയൊക്കെ ഞാൻ കൊല്ലണമല്ലോ എന്ന് കരുതും. ഹതം
ഉഭൗ തൗ, ഇവർ രണ്ടുപേരും ന മന്യ, ഉഭൗ തൗ, ഉഭൗ അവർ രണ്ടുപേരും, തൗ രണ്ടുപേരും, ന വിജാനീതഃ, വിജാനാതി എന്ന് വെച്ചാൽ സിംഗുലർ, വിജാനീതഃ എന്ന് വെച്ചാൽ രണ്ടുപേര്, ഡുവൽ, ദ്വിലിംഗം. ന വിജാനീതഃ, അവർ രണ്ടുപേരും അറിവില്ലാത്തവരാണ്, അറിയുന്നില്ല. എന്തിനാ അറിയാത്തത്? നായം ഹന്തി, ഈ ആത്മാവ് ആരെയും കൊല്ലുന്നില്ല, ന ഹന്യതേ, കൊല്ലപ്പെടുന്നുമില്ല. ചുരുക്കത്തിൽ ഈ ആത്മാ കർത്താവുമല്ല ഭോക്താവും അല്ല എന്നർത്ഥം. ഈ ആത്മാ ഇറ്റ് ഈസ് നൈദർ എ ഡൂവർ നോർ ആൻ എൻജോയർ. അതിന് ഡൂവർഷിപ്പും എൻജോയർഷിപ്പും കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല, ആരോപിക്കപ്പെടുന്നതാണ്. അപ്പോ യാതൊരുത്തൻ ഈ ആത്മാവ് കൊല്ലുന്നുവെന്നും കൊല്ലപ്പെടുന്നു എന്നും കരുതുന്നുവോ അവന് അറിവില്ല എന്നർത്ഥം. ഇത് ഒരിക്കലും യാതൊന്നുകൊണ്ടും നശിപ്പിക്കപ്പെടുന്ന വസ്തുവല്ല ഈ ആത്മാ. നായം ഹന്തി, അർജുന ഇവനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ഈ അയം ആത്മാ നായം ഹന്തി, ആരെയും കൊല്ലുന്നില്ല, ഹനനം ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഒരു കർമ്മവും ചെയ്യണില്ല എന്നാണ് അതിൻ്റെ പൊരുൾ. അല്ലാതെ ഇവിടെ കൊല്ലൽ, ഇവിടെ യുദ്ധമായതുകൊണ്ട് ഭഗവാൻ ഇവിടെ കൊല്ലുക എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ കൊല്ലുക എന്നുള്ളതല്ല ഉദ്ദേശം. ആത്മാ കർത്താവോ ഭോക്താവോ അല്ല. ഈ രഹസ്യമാണ് അറിയേണ്ടത്. നമ്മളുടെ വിഷയത്തിൽ ഭഗവത്ഗീതയിലത്തെ കാര്യമൊന്നും പോയി നോക്കാൻ പാടില്ല. നമ്മൾ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ അല്ല, ഒരു കർമ്മവും ചെയ്യാതെ ഇരിക്കുന്നതാണ് നമ്മളുടെ സ്വരൂപം. എന്നാൽ ശരീരമോ സകല കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രകൃതിയാണ്. ശരീരത്തിൽ സദാ കർമ്മം നടക്കണു, മനസ്സിൽ കർമ്മം നടക്കണു, കാരണശരീരത്തിലും വാസനാക്ഷയ രൂപത്തിലുള്ള കർമ്മം നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ സ്വരൂപത്തിലോ ഒരു കർമ്മസ്പർശവുമില്ല. അവിടെ കർമ്മം എന്ന് വെച്ചാൽ തന്നെ സ്പന്ദനം എന്നാണ് അർത്ഥം. ആചാര്യസ്വാമികൾ സൂത്രഭാഷ്യത്തിലൊക്കെ കർമ്മം എന്ന ശബ്ദത്തിന് സ്പന്ദനം എന്നാണ് അർത്ഥം കൊടുക്കുന്നത്. ഒരു ചെറിയ സ്പന്ദനം ഉണ്ടെങ്കിൽ അവിടെ കർമ്മം നടന്നു കഴിഞ്ഞു. ഇവിടെ ഒരു കർമ്മവും ഉള്ളിൽ നടക്കണില്ല, കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല. നായം ഹന്തി ന ഹന്യത്തെ, ഇത് അറിയൽ മാത്രമേ ഉള്ളൂ. ഇത് രണ്ട് വിധത്തിൽ അറിയും. എങ്ങനെ? ഒന്ന്, ഞാൻ ആര് എന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നുള്ള അഹങ്കാരത്തിന് ഇവിടെ സ്ഥാനമേ ഇല്ല എന്നറിയുമ്പോൾ കർത്തൃത്വവും ഭോക്തൃത്വവും ഇല്ല എന്നറിയും. ഇനിയൊന്ന്, ഭഗവാന് ശരണാഗതി ചെയ്യുമ്പോൾ ഭഗവാനാണ് സർവവും ചെയ്യണത് എന്നുള്ള ഭാവം സ്വീകരിച്ചാലും ഞാൻ കർത്താവും ഭോക്താവും അല്ലാതെ ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ട് പോകും. ഈ രണ്ടു ഭാവമാണ് ഉള്ളത്. കർത്തൃത്വ നാശമാണ് മുക്തി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ ചെയ്യണു, അത് തന്നെയാണ് സമാധി. എളുപ്പത്തിൽ സമാധിയെ പറയാം. ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമില്ലാതെ ആര് ലോകത്തിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നു, വെറും ഒരു യന്ത്രമായിട്ട് അയാൾ സദാ സമാധിസ്ഥനാണ്. അയാളുടെ വ്യവഹാരം എപ്പോഴും സമാധിയിലാണ്. ഞാൻ കർത്താവാണ്, ഞാൻ ഭോക്താവാണെന്നുള്ള ഭാവമുള്ളവൻ എത്ര നേരം ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ ഇരുന്നാലും അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ട് ഈ കർത്തൃത്വ ഭോക്തൃത്വ ഭാവം ഉണ്ടെങ്കിൽ അയാളുടെ സമാധി സമാധിയല്ല. അപ്പോ നായം ഹന്തി ന ഹന്യത്തെ, ഇവൻ ഒന്നും ചെയ്യണില്ല, കർത്താവോ ഭോക്താവോ അല്ല. ഇത് ഒരിക്കൽ അറിഞ്ഞാൽ പോരാന്നാണ് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നു. നല്ലവണ്ണം ഇന്റലക്ച്വലി ക്ലിയർ ആയാലും ജ്ഞാതേ വസ്തുനി അഭി ബലവതീ വാസന അനാദിരേഷ കർത്താഭോക്താപി അഹമിതി ദൃഢായാസ്യ സംസാര ഹേതു എന്നാണ്. എത്ര തന്നെ അറിഞ്ഞാലും പിന്നെയും കുറെ കഴിയുമ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു, ആ കർത്തൃത്വ ഭോക്തൃത്വത്തിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പറഞ്ഞു അല്ലേ പറയും. ഉടനെ അങ്ങനെ ഇവിടുന്ന് വന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാൽ അത് ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉള്ളിലൊരു സന്തോഷം, ഭോക്തൃത്വം. അപ്പോ ജ്ഞാതേ വസ്തുനി അപി, ഇത് അറിഞ്ഞാലും നല്ലവണ്ണം വ്യക്തമായി അറിഞ്ഞാലും അതാണ് ശ്രുതി ശത നിഗമാന്തശോധകാനപി മോഹയതി എന്നാണ്. നൂറ്റിക്കണക്കിന് ഉപനിഷത് വാക്യങ്ങളെ വിചാരം ചെയ്യണവരെ പോലും മോഹിപ്പിച്ചു കളയും. അതെങ്ങനെ? വീണ്ടും അറിയാതെ കർത്താഭോക്താപി അഹമിതി, ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണെന്നുള്ള ഭാവം പൊന്തി വന്നിട്ട് സംസാരഹേതുഹു,
ദൃഢമായി പൊന്തി വരും. അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? പ്രത്യഗ്ദൃഷ്ട്യാ നിവസതാ സാപനേയാ പ്രയത്നാത് മുക്തിം പ്രാഹുസ്തതിഹമുനയോ വാസനാതാനവം യത്. വാസനകളെ പൂർണ്ണമായി ഒഴിച്ചു മാറ്റുന്നതിനെയാണ് മുക്തി എന്ന് പറയണത്. കർത്തൃത്വ ഭോക്തൃത്വം നശിക്കണം. അതിനെന്താ? വീണ്ടും വീണ്ടും പ്രത്യഗ്ദൃഷ്ടി. പ്രത്യഗ്ദൃഷ്ടി എന്ന് വെച്ചാൽ ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് ഉദിക്കണു എന്ന് ആരാഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഞാനില്ലാതെ നിൽക്കും. ഞാനില്ലാതെ നിൽക്കുന്ന സ്ഥിതിയാണ് സാക്ഷാത്കാര സ്ഥിതി. സത്യാസ്ഥിതി നാഹം ഉദേതി യത്ര തച്ചോദയ സ്ഥാനഗവേഷണേന വിനാ ന നശ്യേത് യദി തന്ന നശ്യേത് സ്വാത്മൈക്യരൂപ കഥം അസ്തു നിഷ്ഠ. ഭഗവാൻ രമണ മഹർഷി അദ്ഭുതമായ ക്ലാരിറ്റിയോടുകൂടെ സദ്ദർശനത്തിൽ ചോദിക്കുന്നു. വേറെ ഒരു ഗ്രന്ഥങ്ങളിലും ഇത്ര ക്ലാരിറ്റി കാണില്ല. വ്യക്തമായിട്ട് പറയുന്നു ആത്മസാക്ഷാത്കാര സ്ഥിതി എന്ന് വെച്ചാൽ എന്താണ്. തമിഴിൽ കുറച്ചുകൂടെ മനോഹരം. തമിഴിൽ പറഞ്ഞു, ഞാൻ ഉദിയാതുള്ള നിലൈ നാം അതുവായി ഉള്ള നിലൈ, ഞാൻ ഉദിക്കും സ്ഥാനമதை നാടാമൽ நான் உதியா தன்னிழப்பை சார்வதெவன். ഞാൻ ഉദിയാതുള്ള നില, ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത സ്ഥിതി ഉണ്ടല്ലോ, അതിൽ നാം അതുവായി ഉള്ള നില എന്നാണ്. എന്താ അത്ഭുതം നോക്കും. വാക്കുകള് ബ്രഹ്മം ആത്മാവ് ഒക്കെ വിട്ടു. എന്നിട്ട് അത് എന്ന് പറഞ്ഞു. തത്വമസി എന്നുള്ളതിൽ തത് പോലെ അത്. ഞാൻ ഉദിക്കാത്ത സ്ഥിതിയിൽ, ഞാൻ ഉദിക്കാത്ത സ്ഥിതിയിൽ നമ്മൾ അതുവായിട്ടിരിക്കണു എന്നാണ്. ഞാൻ ഉദിയാതെ ഉള്ള നില, നാം അതുവായി ഉള്ള നില. ആ അതുവായിട്ടുള്ള സ്ഥിതി എങ്ങനെ നേടും? ഞാൻ ഉദിക്കും സ്ഥാനം അതെ നാടാമൽ. നാടുക എന്ന് വെച്ചാൽ ടു അപ്രോച്ച്, ടു പ്രോബ്, ടു ലുക്ക് അറ്റ്, നോക്കുക, ശ്രദ്ധിക്കുക. நான் உதிக்கும் ஸ்தானம் அதை நாடாமல் நான் உதியா തന്നിഴപ്പൈ ശാർവദേവൻ. തന്നിഴപ്പ് എന്നാണ് വാക്ക്. അതായത് അഹങ്കാരനാശം. അഹങ്കാരനാശം, ഞാൻ എന്നുള്ള അഹങ്കാരം ഉദിക്കാത്ത, കർത്തൃത്വ ഭോക്തൃത്വം ഉദിക്കാത്ത ആ സ്ഥിതിയെ നേടണമെങ്കിൽ ഞാൻ എന്നുള്ളത് എവിടെ നിന്ന് ഉദിക്കണു എന്നുള്ളത് അന്വേഷിച്ചേ പറ്റൂ എന്നാണ്. ஷாராமல் தான் അതുവാം തന്നിലയെ ശാർവദേവൻ. അങ്ങനെ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഉദിക്കാത്ത ആത്മസ്ഥിതിയെ എങ്ങനെ നേടാൻ പറ്റും എന്നാണ്. ശരണാഗതി ഇല്ലേ എന്ന് വെച്ചാൽ, ശരണാഗതി എന്നുള്ളത് ആത്മവിചാരത്തിന് വേറെ ഒരു പേര്, അത്രയേ ഉള്ളൂ. ശരണാഗതി എന്ന് നമ്മൾ രണ്ടു മാർഗം ഉണ്ടെന്ന് വിചാരിക്കണം. വാസ്തവത്തിൽ രണ്ടു മാർഗമില്ല. ആത്മവിചാരത്തിൽ എന്ത് ചെയ്യുന്നു? വളരെ ജാഗ്രതയായിട്ട് ഈ അഹങ്കാരം എവിടുന്ന് ഉദിക്കുന്നു എന്ന് ശുദ്ധമായ ബുദ്ധി കൊണ്ട് ശ്രദ്ധിക്കുന്നു. അപ്പോൾ അത് ഉദിക്കാതെ നിൽക്കണം. ശരണാഗതിയിലും എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ മുമ്പിലോ സദ്ഗുരുവിന്റെ മുമ്പിലോ അഹങ്കാരത്തിനെ ഉദിക്കാതെ നോക്കണം. അവിടെയും ഇതന്നെ ചെയ്യണത്. ആ സന്നിധിയെ കാണുമ്പോൾ അയ്യോ അവിടെ നമ്മൾ ഉദിക്കാനേ പാടില്ല, ഈ ഞാനൊന്ന് പൊന്താതെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആത്മവിചാരം ചെയ്യണം. പക്ഷേ ആ സന്നിധിക്ക് പ്രാബല്യം കൊടുത്തത് കൊണ്ട് അവിടെ ശരണാഗതി എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ രണ്ടിടത്തും ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് ഒന്ന് തന്നെ. അപ്പോൾ ഈ അഹങ്കാരം ഉദിക്കാതെ നോക്കിയാൽ കർത്താവുമില്ല, ഭോക്താവുമില്ല. പിന്നെ പ്രവൃത്തിയൊക്കെ എങ്ങനെയോ നടക്കണു, എങ്ങനെയോ നടക്കണു. എങ്ങനെ നടക്കണമെന്ന് ചോദിച്ചാൽ അറിയില്ല. ജീവൻ മുക്തന്മാരുടെ ഒക്കെ സ്ഥിതി അതാണ്. അത്ഭുതമായി അവരുടെ ചുറ്റും പലതും നടക്കും, പക്ഷെ അവർക്ക് അറിയണേയില്ല എങ്ങനെയൊക്കെയോ നടക്കണു കാര്യങ്ങൾ എന്നാണ്. അത്ഭുതമായിട്ട് ആര് ചെയ്യണു? പ്രകൃതി ചെയ്യണു. അല്ലെങ്കിലും പ്രകൃതി തന്നെയാ ചെയ്യണത്, പക്ഷെ അജ്ഞാനം കൊണ്ട് ഇയാൾ ഭാരം ചുമക്കണു. എപ്പോഴും മഹർഷി പറയണ ഒരു ഉദാഹരണം, ട്രെയിനിൽ പോണ ഒരാൾ AC കമ്പാർട്ട്മെന്റിൽ കയറി സുഖമായി കിടന്നുറങ്ങിക്കൂടെ? കയറിയിട്ട് വലിയൊരു സൂട്ട് കേസിനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുക അത്രേ. എന്താ അത് ചുവട്ടിലിറക്കി വെച്ചൂടെ എന്ന് വെച്ചാൽ, പാവം ട്രെയിൻ ഇത്രയും ചുമക്കണു, എൻ്റെ പെട്ടി ഞാൻ തന്നെ ചുമന്നോളാം. അപ്പൊ തലയിൽ വെച്ചാൽ ട്രെയിനിന് വല്ല ഹെൽപ്പും കിട്ടുന്നുണ്ടോ? വല്ല സഹായവും കൊണ്ട് നമ്മളും കഷ്ടപ്പെടുന്നു, ട്രെയിനും കഷ്ടപ്പെടുന്നു, അത്രേ ഉള്ളൂ. തലയിൽ വെച്ചാലും ചുവട്ടിൽ വെച്ചാലും ട്രെയിനാണ് ചുമക്കാൻ പോണത്. അപ്പോ
എന്താ അക്ബർ ബീർബലിന്റെ അടുത്ത് വിഡ്ഢികളെ തെരഞ്ഞു പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു അത്രേ. അപ്പൊ ബീർബൽ ആദ്യമായി കണ്ടുപിടിച്ച വിഡ്ഢി ആരാന്ന് വെച്ചാൽ കഴുതപ്പുറത്ത് ഒരാള് തലയിൽ വിറക് കെട്ടും വെച്ചോണ്ടിരിക്കണം. അപ്പൊ അയാളോട് ചോദിച്ചു, എന്തിനാ ഈ തലയിൽ വെച്ച് ചുമക്കണം, കഴുതപ്പുറത്ത് വെച്ചുകൂടെയെന്ന് ചോദിച്ചപ്പോ അയാൾ പറയണേ, എന്റെ കഴുതയ്ക്ക് വയസ്സായി, അതുകൊണ്ട് ഞാൻ ചുമക്കുകയാണ്. ഇരിക്കണം കഴുതപ്പുറത്ത് തലയിൽ. അപ്പൊ തന്നെയും ചുമക്കണം, വിറക് കെട്ടും ചുമക്കണം. അപ്പോ അജ്ഞാനം കൊണ്ട് ജീവൻ താൻ ചെയ്യണു എന്ന് വിചാരിച്ച് വെറുതെ ലോഡ് കയറ്റുകയാണ്. അത് ഇറക്കി വെച്ചാലോ സ്വതന്ത്രം അല്ലേ? ഈശ്വര സർവ നിയന്ത. ഈശ്വരൻ എല്ലാവരെയും നിയമിച്ചു കൊണ്ടിരിക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിഷമിക്കണത് എന്തിന്? സ്വതന്ത്രമായിട്ട് സന്തോഷമായിട്ട് ഇരുന്നൂടെ? അങ്ങനെ ഇരുന്നാൽ കാര്യങ്ങളൊക്കെ നടക്കുമോ? നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ ഇല്ല. അല്ലെങ്കിലും അങ്ങനെ തന്നെ നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും അത് നമ്മൾ അനുഭവിച്ചാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. നമുക്ക് നമ്മളുടെ ബുദ്ധി മഹാക്കുഴപ്പമാണ്. ഭാഗവതത്തിൽ പറയണു, രണ്ടുപേര് ലോകത്തിൽ സുഖമായിരിക്കും. ആരാന്ന് വെച്ചാൽ യശ മൂഢതമോ ലോകെ യസ്തു ബുദ്ധേഹേ പരം ഗതഃ. ആര് അത്യന്ത മൂഢനോ അവനും സുഖമായിട്ടിരിക്കും, ആര് ബുദ്ധിയെ കടന്നുപോയവനോ അവനും സൗഖ്യമായിട്ടിരിക്കും. ക്ലിശ്യതി അന്തരിതോജന. നടുവിലുള്ളവന്റെ കാര്യമൊക്കെ കഷ്ടമാണെന്നാണ്. നടുവിലുള്ളവൻ ആത്തുനിന്ന് വിട്ടുവോ അമ്മാത്തൊട്ട് എത്തിയോ ഇല്ല എന്നുള്ള മട്ടിൽ നടുവിൽ കിടന്ന് വിഷമിക്കും. അപ്പോ ആട്ടെ, ഭഗവാൻ പറയണത് ഇവനെ ഹന്താവാണെന്നും ഹതനാണെന്നും വിചാരിക്കണവൻ അജ്ഞാനി. ഞാൻ ചെയ്യണു എന്ന് വിചാരിക്കുന്നവൻ അജ്ഞാനി. അതേപോലെ എനിക്ക് ദുഃഖം വന്നു, എനിക്ക് സുഖം വന്നു എന്ന് അനുഭവിക്കണു എന്ന് വിചാരിക്കണവനും അജ്ഞാനി. ദുഃഖം വന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആരാഞ്ഞു നോക്കുക, ആർക്കാ ദുഃഖം, ആര് ദുഃഖം അനുഭവിക്കുന്നു എന്ന് ആരാഞ്ഞാൽ ദുഃഖം അനുഭവിക്കണവനേ അവിടെ ഇല്ല. അഹങ്കാരമാണ് നമ്മളെ പറ്റിക്കണതേ. ഞാൻ അനുഭവിക്കണു, എനിക്ക് വരണു, എനിക്ക് വിഷമം വരണു, എനിക്ക് ദുഃഖം വരണു. ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്താൽ ഒരു അനുഭവവും നമ്മളുടേതല്ല എന്ന് മനസ്സിലാവും. പ്രകൃതിയുടെ അനുഭവങ്ങളെ നമ്മളുടേതായിട്ട് കരുതുന്നു. നമ്മളുടെ യഥാർത്ഥ അനുഭവമായ സച്ചിദാനന്ദ സ്വരൂപത്തിനെ മറന്നും കളഞ്ഞിരിക്കുന്നു. പ്രകൃതിയുടെ അനുഭവമാണ് സുഖവും, പ്രകൃതിയുടെ അനുഭവമാണ് ദുഃഖവും. സീസൺ പോലെയാണതേ. ആ സീസൺ നമ്മൾ കാരണമാണ് വരുന്നത് വിചാരിച്ചാലോ. ഓരോ സീസൺ വരുമ്പോൾ നമ്മൾ ദുഃഖിക്കണ പോലെ തന്നെ ഉള്ളിലുള്ള സീസൺ കൊണ്ടും അഫക്റ്റഡ് ആവണത്. ബാധിക്കപ്പെടാതെ ഇരിക്കണമെങ്കിൽ ന മന്യത്തെ ഹതം, കൊല്ലപ്പെട്ടു എന്നും വിചാരിക്കണില്ല എന്നർത്ഥം. അത് പേഴ്സണലി വരുമ്പോൾ നമ്മൾ ബാധിക്കപ്പെട്ടു, നമ്മൾ ഇത് കാരണം ബാധിക്കപ്പെടുന്നു എന്ന് വിചാരിക്കരുത്. അങ്ങനെ രണ്ടും വിചാരിക്കുന്നവർ, കർത്താവാണെന്നും ഭോക്താവാണെന്നും വിചാരിക്കുന്നവർ അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞ് നിത്യാത്മസ്വരൂപ ലക്ഷണം വീണ്ടും വിവരിക്കുകയാണ് അടുത്ത ശ്ലോകം. നോക്കുക. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ന ജായത്തെ മ്രിയത്തെ വാ കദാചിത് ന അയം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ അജഃ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഞാൻ എന്നുള്ളത് ആ ബോധമാണെന്നും സച്ചിദാനന്ദമയമായ വസ്തുവാണെന്നും ഉണർവുകൊണ്ട് കണ്ടെത്തിയവന് ശരീരത്തിൻ്റെ ജനനമരണങ്ങളൊന്നും അയാൾക്ക് സംഭവിക്കുന്നതായിട്ടേ അറിയില്ല. ആ അവസ്ഥയിൽ ശരീരം ജനിക്കുമ്പോൾ താൻ ജനിച്ചതായിട്ടും ശരീരം മരിക്കുമ്പോൾ തനിക്ക് മരണം ഏർപ്പെടുന്നതായിട്ടും ശരീരം പരിണമിക്കുമ്പോൾ തനിക്ക് പരിണാമം ഏർപ്പെടുന്നതായിട്ടും ഒന്നും അറിയില്ല. ഈ എക്സ്പീരിയൻസിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ തനിക്ക് വയസ്സാകണമെന്നുള്ളതൊന്നും അറിയില്ല.
അപ്പോൾ പിന്നെ മരണത്തിനെക്കുറിച്ച് ഊഹിക്കാം. തനിക്ക് വാർദ്ധക്യം വരണതായിട്ടോ എന്തെങ്കിലും പരിണാമങ്ങൾ ഏർപ്പെടുന്നതായിട്ടോ അറിയില്ല. അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും ബോഡി കോൺഷ്യസ് ആയിട്ടിരിക്കും നമ്മൾ. തല നരയ്ക്കുന്നുണ്ടോ, ചന്തമുണ്ടോ, പല്ലുണ്ടോ, പല്ല് പോയോ, ഒക്കെ ഇതേ വിചാരമായിരിക്കും. ആ അറ്റൻഷൻ ഉണർവിൽ, ആ വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ ഉണർവ് എന്ന് വെച്ചാൽ അവെയർനെസ് എന്നുള്ള അർത്ഥത്തിൽ, ഞാൻ ഉണ്ട്, ഞാൻ 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 എന്നുള്ള സ്ഫൂർത്തിയിൽ ശ്രദ്ധ അവിടെ പതിഞ്ഞാൽ അത് ജനിച്ചിട്ടേ ഇല്ല എന്ന് മനസ്സിലാവും. സ്വാമി രാമതീർത്ഥൻ പറയും, നോബഡി ഇൻ ദ വേൾഡ് ക്യാൻ എവർ കൺവിൻസ് രാമ ദാറ്റ് ഹി വാസ് എവർ ബോൺ. എത്ര യുക്തികൾ പറഞ്ഞാലും രാമനെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല രാമൻ ജനിച്ചിട്ടുണ്ട് എന്നാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം രാമനെ പറയുള്ളൂ, ഞാനെന്ന് പറയില്ല. അപ്പോൾ ആ സ്വരൂപത്തിൽ ശ്രദ്ധ പതിഞ്ഞാൽ ആ സ്വരൂപം ഒരിക്കലും ജനിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ജനനം? അപ്പോ ന ജായത്തെ, ആ സ്വരൂപം ഒരിക്കലും മരിക്കണില്ല. പരീക്ഷത്തിന് ഭാഗവതം മുഴുവൻ 7 ദിവസം ഉപദേശിച്ചിട്ട് ശ്രീ ശുകബ്രഹ്മ മഹർഷി അവസാന ദിവസം പറഞ്ഞു, രാജാവേ 7 ദിവസം ഭാഗവതം കേട്ടുവല്ലോ, ഭാഗവതം കേട്ടതിൻ്റെ പ്രയോജനം എന്താ അറിയോ? ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി ന ജാതഃ ത്വം പ്രാഗഭൂതോദ്യ ദേഹവത്വം നനങ്ഷ്യസി. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ്, ഹേ രാജാവേ, അങ്ങ് ജനിച്ചിട്ടുണ്ട് എന്നുള്ള പശുബുദ്ധി. പശുബുദ്ധി എന്ന് വെച്ചാൽ ശരീരപ്രജ്ഞയാണ് പശുബുദ്ധി എന്ന് പറഞ്ഞത്. ഈ ദേഹം താനെന്ന് കരുതിയാൽ ദേഹം ജനിച്ചിട്ടുണ്ട്, അതൊരു ഫാക്റ്റാണ്. അപ്പൊ താൻ ജനിച്ചിട്ടുണ്ട് എന്ന് വരും. അങ്ങ് രാജാവേ, ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിം, അങ്ങ് മരിക്കും എന്നുള്ള അജ്ഞാനത്തിനെ ഉപേക്ഷിക്കാം. അങ്ങ് മരിക്കില്ല. എന്തുകൊണ്ട് മരിക്കില്ല എന്ന് വെച്ചാൽ, ജനിച്ചതൊക്കെ മരിക്കില്ലേ ചോദിച്ചാൽ ജനിച്ചത് മരിക്കും, പക്ഷെ അങ്ങ് ജനിച്ചിട്ടില്ല. ത്വം ന ജാതഃ, ഒരിക്കലും അങ്ങ് ജനിച്ചിട്ടില്ല. ഇനി ഒരിക്കൽ അങ്ങ് ജനിച്ചിട്ട് മരിക്കാനും പോണില്ല, ഇനി ഒരിക്കൽ അത് സംഭവിക്കാനും പോണില്ല. ഒരിക്കലും സംഭാവ്യമല്ല. സത്തിന് ജനനമോ മരണമോ സംഭാവ്യമല്ല. അസത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ പരീക്ഷത്തിന് തെറ്റിദ്ധാരണ വരാൻ പാടില്ലല്ലോ, വ്യക്തമാക്കി. എന്നാൽ എന്നെ പാമ്പ് കടിക്കില്ലേ എന്ന് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ ശുകാചാര്യർ പറഞ്ഞു, പരീക്ഷത്തെ ഇതാ കുറച്ചു നേരം കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയാൽ അയാൾ വരും. ആരാ? തക്ഷകൻ. ആ തക്ഷകൻ വരും. ലേലിഹാനം വിഷാനനൈഹി, തീ തുപ്പുന്ന നാക്കോടുകൂടെ വരും. അങ്ങനെ വന്ന് കടിക്കാൻ വരും. പാദത്തിൽ വന്ന് നക്കും. പാദത്തിൽ വന്ന് കടിക്കുമ്പോ ആ തക്ഷകനും ഈ പ്രപഞ്ചവും സകല പദാർത്ഥങ്ങളും ആത്മാവിൽ നിന്ന് അഭിന്നമായിട്ട് അങ്ങക്ക് അനുഭവപ്പെടും. ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊരു പാമ്പോ, ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊരു പ്രപഞ്ചമോ, ആത്മാവിൽ നിന്ന് എന്തെങ്കിലും അന്യമായ വസ്തു ഉണ്ടെന്ന് തോന്നില്ല. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷൻ ആത്മാനം ആത്മനി ആദായ നിഷ്കലേ ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഹി ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥക് ആത്മനഃ. എന്തു വ്യക്തം? അഹം ബ്രഹ്മ, ഈ ശരീരത്തിൽ ഏതൊന്ന് അഹം 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 എന്ന് സ്ഫുരിച്ചു കൊണ്ടിരിക്കുന്നു, അത് ബ്രഹ്മമാണ്. ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ബ്രഹ്മാഹം, ബ്രഹ്മം തന്നെയാണ് അഹം. പരമം പദം, പരമമായ പദം ഇതാ ഇവിടെ തന്നെ, എവിടെയും പോവാനൊന്നുമില്ല. അന്തസ്ഥിതാത്മനി വർത്തതേ പരമം പദം നതു കുത്രചിത് കൈലാസേ വാ വൈകുണ്ഠേ വാ ഗന്തവ്യം. അത്രൈവ സത്വാത്മനി, ഹൃദയസ്ഥാനത്തിൽ സ്വരൂപത്തിൽ തന്നെ പരമം പദം അനുഭൂതി സ്വരൂപമായി ഞാനുണ്ട് എന്ന രീതിയിൽ ഉള്ളിൽ സ്ഫുരിക്കുന്നു. ഏവം സമീക്ഷൻ, അത് ഉള്ളതുകൊണ്ട് കാര്യമില്ല, കാണണമല്ലോ അല്ലേ? കഴുത്തിൽ രത്നമാല കിടക്കണു, എത്രയോ ജന്മമായിട്ട് കിടക്കണു. ഹസ്താമലകം, നമ്മളുടെ ഒരു പുസ്തകം ഇവിടെ ഹസ്താമലകം ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവും. കയ്യിലുള്ള പഴം എന്നാണ് അതിനർത്ഥം. വേദാന്തികൾ പറയും, കയ്യിലുണ്ടായാൽ പോലെ രുചിക്കണ്ടേ? കയ്യിനിൽ കനി ഉൻ മെയ്രസം കൊണ്ട് ഉവകൈവെറി കൊള്ള അരുൾ അരുണാചല. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞു, കയ്യിലുള്ള കനിയാണ് അങ്ങ്,
പക്ഷെ കയ്യിൽ വെച്ചോണ്ടിരുന്നാൽ പോരാ ഭഗവാനെ, അതിനെ ആസ്വദിച്ച് എനിക്ക് ലഹരി പിടിക്കണം എന്നാണ്. അപ്പൊ ലഹരി പിടിക്കണത് എങ്ങനെയാ? സമീക്ഷന്, സമ്യക് ഈക്ഷന്, ഈ പ്രജ്ഞയെ നല്ലവണ്ണം ജഡത്തിൽ നിന്നും വേർപിരിച്ച് കാണണം, എന്നാലേ ശരിയാവുള്ളൂ. ഇപ്പൊ കൂടിക്കുഴഞ്ഞിരിക്കണു. ആ കുഴഞ്ഞതിൽ നിന്ന് പിരിച്ചു മാറ്റി നോക്കിയാൽ എന്താ കാണുന്നത്? ആത്മാനം ആത്മനി ആദായ. എന്തുകൊണ്ട് ആത്മാവിനെ കാണുന്നു? ഈ അഹമഹമഹം എന്നുള്ള സ്ഫൂർത്തിയെ ബുദ്ധി കൊണ്ടാണോ കാണുന്നത്? അല്ല, അഹം കൊണ്ട് അഹത്തിനെ കാണുന്നു എന്നാണ്. അഹത്തിനെ ബുദ്ധി കൊണ്ടല്ല. ബുദ്ധിയും മനസ്സും ഒക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ഈ അഹമുള്ളത് കൊണ്ടാണ്. അത് സർവജ്ഞാനത്തിനും മൂലമാണ്. ആ അഹത്തിനെ അഹം കൊണ്ട് കാണുന്നു, ആത്മാവിനെ ആത്മാവ് കൊണ്ട് കാണും, അല്ലാതെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അല്ല. അപ്പൊ സമീക്ഷന് ആത്മാനം ആത്മനി ആദായ നിഷ്കലേ, അത് കലകളില്ലാത്തതാണ്, അത് പരിപൂർണമാണ്. അപ്പൊ തക്ഷകൻ വന്ന് കടിക്കുമ്പോൾ തക്ഷകനോ വിശ്വമോ ഒന്നും ആത്മാവിൽ നിന്ന് അന്യമായിട്ട് അങ്ങേക്ക് അനുഭവപ്പെടുകയേ ഇല്ല. ആ ആത്മാവിൽ നിൽക്കുമ്പോൾ പരീക്ഷത്തിന്റെ സ്ഥിതി എന്താ? പരീക്ഷിത്ത് പറഞ്ഞു, പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഭഗവാനെ, അങ്ങ് എനിക്ക് ഭയമില്ലാത്ത പദത്തിനെ കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ ബ്രഹ്മനിർവാണ പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. എവിടെ പ്രവേശിച്ചു? തന്നിൽ താൻ പ്രവേശിച്ചു, അത്രേ ഉള്ളൂ. പുറത്തൊന്നും പ്രവേശിച്ചില്ല. ഈ മനസ്സ് അഹമഹമഹം എന്നുള്ള സ്ഫൂർത്തിയിലേക്ക് പ്രവേശിച്ചു. പ്രവേശിച്ചപ്പോൾ മനസ്സില്ലാതായി. മനസ്സിനെ വിഴുങ്ങുന്ന അഗ്നിയാണ് ഈ അഹംസ്ഫൂർത്തി. ആ അഹംസ്ഫൂർത്തിയിലേക്ക് മനസ്സ് പ്രവേശിച്ചതോടുകൂടെ മനസ്സിനെ അത് എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. അപ്പോ അഭയം ദർശിതം ത്വയാ. ഭഗവാനെ, തക്ഷകനെ ഞാൻ പേടിക്കണില്ല, മൃത്യുവിനെയും ഭയമില്ല. കാരണം എനിക്ക് തക്ഷകനും ഇല്ല, മൃത്യുവും ഇല്ല. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഭഗവാനെ, ഞാൻ ബ്രഹ്മനിർവാണ പദത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് പരീക്ഷിത്ത് പറയണത്. എങ്ങനെ കിട്ടിയ ബ്രഹ്മനിർവാണം എന്ന് വെച്ചാൽ ഈ അഹമഹമഹം എന്നുള്ള സ്ഫൂർത്തിയെ കണ്ടു. ആ സ്ഫൂർത്തിയിൽ കുറെ കാലം നിലച്ചു കഴിയുമ്പോൾ ന ജായത്തെ മ്രിയത്തെ വാ കദാചിത്. ഈ അഹംസ്ഫൂർത്തി സത്ത അതൊരിക്കലും ജനിക്കണില്ല, അതൊരിക്കലും മരിക്കണില്ല. ന അയം ഭൂത്വാ ഭവിതാവാ. ഇനി ഒരിക്കൽ ജനിച്ചിട്ട് ഇല്ലാതാവാനൊന്നും പോണില്ല. അജഹ, വീണ്ടും ഉറപ്പിക്കുകയാണ്, ജനനമില്ലാത്തതാണത്. നിത്യഹ എന്നുവെച്ചാൽ എപ്പോഴും ഓരോ മൊമെന്റിലും അത് അമൃതസ്വരൂപമായി പ്രകാശിക്കുന്നു. ശാശ്വത, അനാദികാലങ്ങൾ മുഴുവൻ അതിൽ അടക്കം. എല്ലാ ദിവസങ്ങളും വയം തു സർവത്ര സദാച ഭാമഹ എന്നാണ്. നമ്മളാവട്ടെ സദാസമയം എല്ലാ കാലത്തും പ്രകാശിക്കുന്നു. എല്ലാ കാലവും എല്ലാ ദേശവും ഞാൻ എന്നുള്ള ഉണർവിൽ അടക്കം. എല്ലാ കാലവും ഇതാ ഇപ്പോ എന്നുള്ള കാലത്തിലടക്കം. എല്ലാ ദേശവും ഇവിടെ എന്നുള്ള ദേശത്തിലടക്കം. ഹിയർ ആൻഡ് നൗ. എല്ലാ കാലവും ഇപ്പോ, ഇഹ. അതാണ് ഇഹ ചേതവേദീ തഥ സത്യമസ്തി എന്ന് ഉപനിഷത്ത് പറഞ്ഞു. ഇവിടെ അറിയണം എന്നാണ്. ഇവിടെ ഇപ്പോ. അപ്പൊ എല്ലാ കാലവും വർത്തമാനകാലത്തിൽ അടക്കം. എല്ലാ ദേശവും ദാ ഞാൻ ഇരിക്കുന്ന ദേശത്തിലടക്കം. അപ്പോ ശാശ്വത പുരാണ. പുരാണ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പുരാതന അധുനാപി നവം. പുരാതനം അധുനാപി നവം. ഇത് മുന്നൈ പഴംപൊരുൾക്കും മുന്നൈ പഴംപൊരുളേ. ഏറ്റവും പഴയതിനേക്കാളും പഴയത്, പിന്നാലെ വരുന്ന വസ്തുക്കളെക്കാളും പുതിയത്. ഒരു വസ്തു പുതിയതായിട്ടിരിക്കണമെങ്കിൽ അതിന് പുറകിൽ ഇതുണ്ടാവണം, എന്നാലേ ഇത് പുതിയതാവുള്ളൂ. അതാണ് മഹാത്മാക്കളെ ഓരോ ദിവസം കാണുമ്പോഴും അവർ പുതിയത്. പ്രകൃതിയിലെല്ലാം നോക്കുക പുതിയതാണ്. ഇന്നലെ കണ്ട സൂര്യനല്ലേ എന്ന് പറഞ്ഞ് സൂര്യോദയത്തിനെ അങ്ങനെ പറയാൻ പറ്റുമോ? ദിവസം സൂര്യോദയം കാണാം അല്ലേ? എത്ര ദിവസമായി സൂര്യോദയം കാണുന്നു പറയും. അതിന് മരണം, അത് ഓരോരിക്കലും നവമാണ്.
അതുകൊണ്ട് അതിന് രമണീയം എന്ന് പേര്. രമണീയം എന്ന് വെച്ചാൽ തന്നെ പ്രതിക്ഷണം എന്നവതാമുപൈതി തദേവ രൂപം രമണീയതായാഹ. പ്രകൃതിക്ക് മാത്രമേ ആ വാക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. ഓരോ ക്ഷണത്തിലും പുതിയതായിട്ടുള്ളതിന് രമണീയം എന്ന് പേര്. മഹാത്മാക്കളൊക്കെ അങ്ങനെയാണ്, ഓരോ ക്ഷണത്തിലും പുതിയത്. എന്താന്ന് വെച്ചാൽ എപ്പോഴും ആനന്ദത്തിൻ്റെ ഉറവിടത്തിൽ നിൽക്കണു. മനസ്സിൽ നിന്നാൽ പഴകിപ്പോകും, പഴയതായി പോകും. മനസ്സ് എന്ന് വെച്ചാൽ തന്നെ ചത്തുപോയ സാധനം എന്നർത്ഥം. റെഡിമെയ്ഡായിട്ടുള്ള വസ്തുക്കളാണോ മനസ്സിൽ മുഴുവൻ. സ്വരൂപത്തിലോ ഒന്നും റെഡിമെയ്ഡല്ല, എപ്പോഴും ഫ്രഷ് ക്രിയേഷനാണ്. ക്രിയേറ്റിവിറ്റിയുടെ സോഴ്സാണ്. പുതിയതായിട്ട് ക്രിയേഷൻ നടന്നുകൊണ്ടേയിരിക്കും അവിടെ. അപ്പോ അത് പുതിയതുമാണ്, അത് പഴയതുമാണ്. ഏറ്റവും പഴയതാണ്, ഏറ്റവും പുതിയതാണ്. അതാണ് അതിന് പുരാണഃ എന്ന് പേര്. ശാശ്വതോയം പുരാണഃ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ശരീരം ഹനിക്കപ്പെടുന്നത് കൊണ്ട് ആത്മാ സ്പർശിക്കപ്പെടുന്നതേയില്ല. ശരീരത്തിന് എന്തു സംഭവിച്ചാലും ശരീരി, അതായത് പ്രജ്ഞ, ബോധം, ഞാൻ അതുകൊണ്ട് സ്പർശിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അറിയുന്നതിൻ്റെ പ്രയോജനം ആണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യേനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദ അവിനാശിനം നിത്യം യഹ ഏനം അജം അവ്യയം കഥം സഹ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തി കം. ഹേ പാർത്ഥ, യേനം അവിനാശിനം നിത്യം അജം അവ്യയം വേദ. ആരാണോ ഈ ആത്മാവിനെ, തന്നെ, തൻ്റെ സ്വരൂപത്തിനെ അവിനാശി എന്നറിയണത്, നിത്യമായത് എന്നറിയണത്, ജനിക്കാത്തത് എന്നറിയണത്, അവ്യയം എന്നുവെച്ചാൽ തീർന്നു പോവാത്തത്. ഇവിടെ അവ്യയം എന്നുള്ളതിന് അതിലുള്ള ആനന്ദത്തിനോ അതിലുള്ള രമണത്തിനോ തീർപ്പില്ല. ബാക്കി എന്തും ബോറടിച്ചു പോകും, എന്തും കഴിഞ്ഞു എന്നൊരവസ്ഥ വരും, കുറേ കാലമായി മതി എന്നവസ്ഥ വരും. പക്ഷേ ആത്മാവിലുള്ള രതിക്ക് ഒരു ബോറടിക്കലേ ഇല്ല. അത് അവ്യയമായ സുഖമാണ്. എന്നുവെച്ചാൽ എന്താ കാരണം? അവിടെ പോയി തൊട്ട് കഴിഞ്ഞാൽ ഉപ്പുപാവ കടലിൻ്റെ ആഴം അളക്കാൻ പോകുന്ന പോലെ അഹങ്കാരം അഹംബോധത്തിൽ ഇല്ലാതായിട്ട് തീരും. അതിൽ വീണാൽ പിന്നെ എടുക്കാൻ പറ്റില്ല. പതേദഹന്ത പരിഭുഗ്ന ശീർഷ എന്നാണ് മഹർഷി പറയണത്. ഈ അഹങ്കാരം മൂലാന്വേഷണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അത്രേ? ആ ഹൃദയമാകുന്ന കുഴിയിലേക്ക് തലകുത്തി വീഴും. പരിഭുഗ്ന ശീർഷ. ഭഗവാൻ ഒരു മഹാകുഴിയാണ്. ഭഗവാനാവുന്ന കുഴിയിൽ വീണാൽ പിന്നെ പുറത്തു വരാൻ പറ്റില്ല. ഞാൻ പറയണതല്ല, വിഷ്ണു സഹസ്രനാമത്തിൽ നിങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന് ഒരു നാമം മഹാഗർത്ത എന്നൊരു പേര്. മഹാഗർത്തം. മഹാഗർത്തം എന്ന് വെച്ചാൽ വലിയ കുഴി എന്നർത്ഥം, ആഴമുള്ള കുഴി. അത് ആൻ അൺഎൻഡിങ് പിറ്റാണ്. അതിലേക്ക് വീണുകൊണ്ടേയിരിക്കും, പുറത്തു വരില്ല. അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പുറത്തു വരാൻ പറ്റില്ല. പ്രൊഫസർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ, അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം രമണ മഹർഷിയെക്കുറിച്ച് മുമ്പിൽ കേട്ടിരുന്നു, പക്ഷെ അദ്ദേഹം കാണണമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഫോറിൻ എംബസിയുടെ എന്തോ ആളായിട്ട് ഒരു ഫോറിനർ വന്നു. വലിയൊരു ഫിലോസഫറാണ് അദ്ദേഹം.
അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോൾ സ്വാമിനാഥനോട് ചോദിച്ചു, നിങ്ങൾ രമണ മഹർഷിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഇദ്ദേഹം ചോദിച്ചപ്പോൾ, ഇദ്ദേഹം വളരെ ബഹുമാനിക്കുന്ന ആൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് നാണം തോന്നി മഹർഷിയെ കണ്ടിട്ടില്ല എന്ന് പറയാൻ. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും വരാം മഹർഷിയെ കാണാനായിട്ട് എന്ന് പറഞ്ഞു. ഇപ്പം ഈ സ്വാമിനാഥൻ വേറെ ആരോ ഒരാളോട്, മഹർഷിയുമായിട്ട് വളരെ പരിചയമുള്ള ഒരാളോട് പറഞ്ഞു അത്രേ, ഞാൻ രമണ മഹർഷിയെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം അയാൾ പറഞ്ഞു അത്രേ, മഹർഷിയെ കാണാൻ പോവുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒരു 2-3 പേരെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാം, ഭാര്യ, കുട്ടികൾ, ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകണം. എന്താ അങ്ങനെ പറയണത് എന്ന് ചോദിച്ചു അത്രേ. എന്താന്ന് വെച്ചാൽ ഈ ഊട്ടിയിൽ വളരെ ഉയരമുള്ള സ്ഥാനമുണ്ടല്ലോ, ഈ ദൊഡ്ഡബെഡ, അവിടുന്ന് ചുവട്ടിലേക്ക് എത്തി നോക്കണമെങ്കിൽ ഇടുപ്പിലൊരു കയറ് കെട്ടി പുറകെ ആരുടെടുത്തെങ്കിലും പിടിക്കാൻ കൊടുത്തിട്ടേ എത്തി നോക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. അല്ലെങ്കിൽ വീണാ പോയി പിടിക്കാൻ ഒരാൾ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മഹാകുഴിയാണ്, വീണാ ചിലപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരില്ല. അതുകൊണ്ട് ഒരു 4 കെട്ടിട്ടിട്ട് നല്ലവണ്ണം കെട്ടിട്ടിട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ, ഈ കെട്ടുന്ന ആളുകളാണ് ഭാര്യയും കുട്ടികളും ഒക്കെ, അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയാൽ ഇനി അങ്ങോട്ട് വീണ് പോവില്ല, ഓർമ്മ വരും. അതുകൊണ്ട് അവരെയൊക്കെ പിന്നാലെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ എന്ന് പറഞ്ഞു അത്രയും. അത് ആത്മജ്ഞാനികളൊക്കെ ആത്മാവ് തന്നെയാണല്ലോ, അതുകൊണ്ടാണ് അവർക്ക് ആ വൈശിഷ്ട്യം. ഭഗവാന് മഹാഗർത്തം എന്ന് പേര് പറയാൻ കാരണം ഭഗവാൻ ആത്മാവായതുകൊണ്ട്. അതേ ഗർത്തം നമ്മളുടെ ഉള്ളിലുണ്ട്, ആ കുഴി. ആ കുഴിയിലേക്ക് ഈ അഹങ്കാരം അന്വേഷിച്ചു പോയാൽ അവ്യയം, അത് അവസാനിക്കാതെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. മാത്രമല്ല വ്യയമില്ലാത്ത ആനന്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇമ്മെഷറബിൾ ആയിട്ടുള്ള ആനന്ദം ഉള്ളില് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആള് പോട്ടെ. അപ്പോ ആത്മാ നിത്യമാണെന്നും നാശമില്ലാത്തതാണെന്നും ജനനമില്ലാത്തതാണെന്നും മരണമില്ലാത്തതാണെന്നും ആരറിയുന്നുവോ, ആത്മാ കർത്താവോ ഭോക്താവോ അല്ല എന്ന് ആരറിയുന്നുവോ, അങ്ങനെയുള്ള ആള് സ പുരുഷ, അങ്ങനെയുള്ള പുരുഷൻ കം ഘാതയതി, ആരെ കൊണ്ട് ഇയാളെ കൊല്ലിപ്പിക്കുന്നു, ആര് കൊല്ലുന്നു. ഇത് കൊല്ലിപ്പിക്കാനും പറ്റില്ല, കൊല്ലാനും പറ്റില്ല. ഹന്തികം, ആരെ കൊല്ലുന്നു, അയാൾക്കറിയാം ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്, ഇതിനെ കൊല്ലാൻ പറ്റില്ല എന്ന് അയാൾക്കറിയാം. പിന്നെ എന്തിനാ ഇതൊക്കെ കൃഷ്ണൻ ചെയ്യാൻ പറയണത്? വ്യവഹാരത്തിന് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഇത് അറിഞ്ഞിട്ട് യുദ്ധമാണ് ഇപ്പൊ അർജുനന്റെ ജോലി, അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എന്നല്ലാതെ എല്ലാരെ കൊണ്ട് യുദ്ധം ചെയ്യാനൊന്നും ഭഗവാൻ പറഞ്ഞില്ല. അർജുനൻ യുദ്ധം ചെയ്യലാണ് ജോലി. ഭഗവാൻ തന്നെ കഴിയുന്നതും ശ്രമിച്ചു യുദ്ധം വേണ്ട വയ്ക്കാനൊക്കെ. അതൊന്നും പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം. ഈ യുദ്ധം പ്രകൃതിയുടെ നിശ്ചയമാണ്, അത് നടക്കാൻ പോണു. ഇവിടെ വെറുതെ അർജുനൻ ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അർജുനനെ കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ അറിയാം. ഭഗവാൻ അപ്പൊ അർജുന യുദ്ധം ചെയ്യൂ എന്നല്ല പറയണത്, യുദ്ധം ചെയ്യില്ല എന്നൊക്കെ വെറുതെ ശാഠ്യം പിടിച്ച് എന്തിനാ അർജുന മനസ്സിൽ ഈ കോൺഫ്ലിക്റ്റ് എന്നാ ചോദിക്കണം. തന്നെ കൊണ്ട് യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റില്ല, തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ യുദ്ധം ചെയ്യാനാണ്. പ്രകൃതി തന്നെ ചെറുപ്പം മുതൽ വളർത്തിക്കൊണ്ടുവന്ന് സവ്യസാചിയായി ഇടത് കൈ കൊണ്ട് അമ്പും വില്ലും പ്രയോഗിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വളർത്തിയിരിക്കുന്നത് തൻ്റെ കഴിവല്ല അല്ലേ. ഇപ്പോൾ നമ്മളൊക്കെ യൂത്ത് ഫെസ്റ്റിവലിൽ ചണ്ട കൂടിയിട്ടെങ്കിലും കലാപ്രതിഭയൊക്കെ വാങ്ങിക്കും പത്രത്തിൽ. യുദ്ധമാണ് ഇപ്പോൾ അവിടെ. എന്നിട്ട് പ്രതിഭ എന്നൊരു വാക്കിടും. ഇതുപോലൊരു കള്ളം വേറെ ഒന്നുമില്ല. എന്താന്ന് വെച്ചാൽ ആര് പ്രതിഭ, വാസ്തവത്തിലുള്ള പ്രതിഭയാണെങ്കിൽ പോലും പ്രതിഭ എന്നൊരു സാധനമേ ഇല്ല ഇവിടെ. എവിടെ പ്രതിഭ? ഈ പ്രതിഭകൾക്ക് ആർക്കെങ്കിലും അറിയോ അവരിൽ ഇതെങ്ങനെ പ്രവർത്തിക്കണമെന്ന്? നമ്മൾ വെറുതെ അവരിൽ ആരോപിച്ച് അഹങ്കാരം ഉണ്ടാക്കുകയാണോ കുട്ടികൾക്ക്? അവർക്ക് വെറുതെ അഹങ്കാരം ഉണ്ടാക്കുകയാണ്. ഒരു കോമ്പറ്റീഷൻ എങ്കിലും കുട്ടികൾക്ക് നന്മ ചെയ്യില്ല. പഠിപ്പിലും അതെ. കുട്ടിയെ വേണമെങ്കിൽ നീ നന്നായിട്ട് പഠിക്കൂ എന്ന് പറയാം, ആരെങ്കിലും കൂടുതൽ അയാളെക്കാളും വാങ്ങിക്കുന്നു പറഞ്ഞാൽ പോയി. ഇപ്പൊ പുതിയതായിട്ട് ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കുറച്ച് വിവരമുള്ളവരൊക്കെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. പരീക്ഷയൊന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ ഒരു വിദ്യാഭ്യാസ പദ്ധതി നമുക്ക് പരീക്ഷിച്ചു നോക്കണു. ചിലതൊക്കെ കുട്ടികളുടെ ഉള്ളിൽ ഈ കോമ്പറ്റീഷൻ, അസൂയ വളരാതിരിക്കാനുള്ള വഴി. അത് പോട്ടെ. അപ്പോ എന്താ പറഞ്ഞു? കംഗാതയതി ഹന്തികം, അത് അറിഞ്ഞു. ഇപ്പൊ ഒരു വിഷയം വന്നു പെട്ടെന്ന്. അപ്പോ പ്രതിഭ
എന്നുള്ളത് ഒരു പ്രതിഭയ്ക്കും അതൊരു സിദ്ധിയാണ്. പ്രതിഭ എന്ന് പറയണത്, പ്രതിഭയൊന്നും എങ്ങനെ സംഭവിക്കണമെന്ന് ഈ പ്രതിഭകൾക്ക് അറിയില്ല. അവർക്ക് അതിൻ്റെ മെക്കാനിസമേ അറിയില്ല. അവരിൽ എങ്ങനെയോ പ്രവർത്തിക്കണോ, അത് അത്രയേ ഉള്ളൂ. അത് വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ല. ചിലർക്ക് പാട്ടുപാടാനുള്ള അവർ ഉണ്ടാക്കിയതല്ല, വരണു ജന്മന. അവർക്ക് തന്നെ അറിയില്ല അതെങ്ങനെ സംഭവിക്കണു അവരിലൂടെ എന്നുള്ളത്. ചിലർക്ക് ചിത്രം വരയ്ക്കാനുള്ളത് അവർക്കറിയോ, അതെങ്ങനെ സംഭവിച്ചു അവർക്ക് അറിയില്ല. അവരെ അറിയാതെ അവരിലൂടെ ആ ശക്തി ഓപ്പറേറ്റ് ചെയ്യുകയാണ്. അതേപോലെ അർജുന, തന്നിൽ യുദ്ധം ചെയ്യാനുള്ള ഒരു പ്രതിഭ ഉണ്ടായിരിക്കണം. അത് തൻ്റെ അല്ല, അത് പ്രകൃതിയുടെയാണ്. അപ്പൊ ശരിക്ക് അറിവുള്ളവൻ എന്ത് വേണം? ഈ കലകൾ തന്നിലൂടെ പ്രകാശിക്കുമ്പോൾ കലയെ സകല കലയ്ക്കും മൂലസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അർപ്പിക്കുക. അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഇത് എൻ്റെ കലയല്ല, അതിൽ ഒരു ചുമതലയും ഏറ്റെടുക്കരുത്. അതുകൊണ്ടാണ് ത്യാഗരാജസ്വാമികളെ പോലെയുള്ളവർ സംഗീതത്തിന് മുഴുവൻ ഭഗവാൻ അർപ്പിച്ച് ഭഗവതാനന്ദ അനുഭൂതിക്ക് ഒരു മാർഗമായി മാത്രം വെച്ചു. അല്ലാതെ നിങ്ങളെ വിളിച്ച് പട്ടം തരാം, പദവി തരാം എന്ന് പറഞ്ഞാൽ അവരാരും പോയില്ല, അവരാരും വഴങ്ങിക്കൊടുത്തില്ല. എന്താന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് അവരുടെ കഴിവൊന്നും അല്ല എന്ന് അവർക്ക് നല്ലവണ്ണം അറിയാം. ഇത് കഴിവേ അല്ല. പ്രകൃതിയിൽ അനേക വൈഭവങ്ങളുണ്ട്. അതിൽ ഒരു കല, ഒരു അംശം തന്നിലൂടെ പ്രകാശിക്കണം. അത് എങ്ങനെ പ്രകാശിക്കണമെന്നേ തനിക്കറിയില്ല. പിന്നെ അതിന് താൻ പോയി അവിടെ പോയി മുമ്പിൽ നിന്ന് കഴുത്തിൽ മാല വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൽ എന്തർത്ഥമുണ്ട്? അപ്പോ അർജുനനോട് ഭഗവാനും പറയണത് ഈ യുദ്ധം ചെയ്യാന്നുള്ളത് താൻ തീരുമാനിച്ചതല്ല, തന്നെ ഞങ്ങളൊക്കെ കൂടെ സെലക്ട് ചെയ്തിരിക്കണം ഈ ചെയ്യിപ്പിക്കാനായിട്ട്. അതിൽ ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കില്ല. പിന്നെ വെറുതെ എന്തിനു വിഷമിക്കണം, ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നടക്കാൻ പോണില്ല. നയോത്സീതി യതി അഹങ്കാരമാശ്രിത്യ, അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ മിഥ്യൈഷ വ്യവസായസ്ഥേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. ഭഗവാൻ പിന്നീട് പറയണു, അഹങ്കാരം കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറയുകയാണെങ്കിൽ നടക്കാൻ പോണില്ല, തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നാണ്. തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. പ്രകൃതി ത്വാം നിയോക്ഷ്യതി. യു ഹാവ് നോ റൈറ്റ്, യു ഹാവ് നോ ചോയ്സ് ടു റിനൗൺസ് ഓർ ടു റീറ്റെയിൻ. ഇതറിഞ്ഞാൽ സ്വതന്ത്രനായി. അപ്പൊ എന്താണ് ഭഗവാൻ ചെയ്യുന്നു എന്നറിഞ്ഞ് ആരും കർത്താവുമല്ല ഭോക്താവുമല്ല എന്നുള്ള അറിവ് തെളിഞ്ഞു കിട്ടും. നമ്മളിൽ മാത്രമല്ല മറ്റുള്ളവരിലും അത് വരും. അപ്പൊ മറ്റുള്ളവരെയും നമ്മൾ കുറ്റം പറയാനൊന്നും നിൽക്കില്ല. ഹൃദയ വ്യവഹാരത്തിന് പറഞ്ഞാൽ പോലും ഉള്ളിൽ നമുക്കറിയാം ആരും ഒന്നിനും കാരണമല്ല. ഈശസ്യ ഹി വശേ ലോകഃ യോഷാ ദാരുമയീ യഥാ. ഭാഗവതത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ശ്ലോകം വരും, ഈശ്വരൻ്റെ കയ്യിലുള്ള കളിപ്പാവകൾ, പാവക്കൂത്തിലെ പാവകൾ പോലെ ഈശ്വരൻ്റെ കയ്യിൽ നർത്തനം ചെയ്യുന്ന കളിപ്പാവകളാണ് ലോകത്തിലെല്ലാം. ആരും സ്വതന്ത്ര ഇച്ഛയോ കർത്തൃത്വമോ ഒന്നും ഉള്ളവരല്ല. അവരെയൊക്കെ ഭഗവാൻ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ രഹസ്യം അറിഞ്ഞവര് മറ്റുള്ളവരെയും കാരണക്കാരാക്കില്ല, തങ്ങളും കാരണമാണെന്ന് ധരിക്കില്ല. എങ്ങനെ പ്രവൃത്തി നടക്കണോ അതിനനുസരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കും. ഒരിടത്തും കർത്തൃത്വം ഇതറിഞ്ഞാൽ ആനന്ദമാണ്. അതാണ് മൂഢന്മാരും സന്തോഷമായിരിക്കും. ജീവിതമാവുന്ന ഒഴുക്കിൽ മൂഢന്മാർക്ക് കർത്തൃത്വ ഭുക്തൃത്വം ഇല്ലാതിരിക്കും ചിലപ്പോൾ. അപ്പൊ അവരും എന്ത് സംഭവിച്ചാലും ചിന്തിക്കാത്തത് കൊണ്ട് സന്തോഷമായിട്ടിരിക്കും. ജ്ഞാനികളും സന്തോഷമായിട്ടിരിക്കും. അവർക്ക് വിഷമങ്ങളൊന്നും അറിയില്ല. ഒരു തമാശ കഥ. ഒരാള് ഒരു സിമ്പിൾ ടണ്ണാണ്. അയാള് തൻ്റെ നാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് ടൗണിലേക്ക് പോകണം. ടൗണിലേക്ക് പോകുമ്പോൾ ഇയാൾ വഴി ചോദിച്ച് പോവുകയാണ് പട്ടണത്തിലേക്ക്. പോണ വഴിയിൽ ഒരാളെ കണ്ടപ്പോൾ ഒരാളോട് ചോദിച്ചു, എങ്ങനെയാ പട്ടണത്തേക്ക് പോകേണ്ടതോ ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇതാ മരം കാണില്ലേ, മരത്തിൻ്റെ മേലെ കൂടെ പോണ വഴി കൂടെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അയാൾ ഉദ്ദേശിച്ചത് അവിടെ കാണുന്ന റോട്ടിൽ കൂടെ പോകുമെന്നാണ്. ഇയാൾ പാട്ടും പാടി പോയി മരത്തിൻ്റെ മേലെ കയറി. മരത്തിൻ്റെ മേലെ കയറി അയാൾ വിചാരിച്ചു, നോക്കുമ്പോൾ മരത്തിൻ്റെ മേലെ കയറുമ്പോൾ അങ്ങോട്ട് നദിയാണ്. മരത്തിൻ്റെ കൊമ്പിൽ പിടിച്ച് തൊങ്ങി, ആ നദിയിൽ നമ്മളെ കൊണ്ടുപോകാൻ ആരെങ്കിലും വരുമായിരിക്കും, അങ്ങനെയായിരിക്കും ഇവിടുത്തെ യാത്രാ സമ്പ്രദായം എന്ന് വിചാരിച്ചു കൊമ്പിൽ തൊങ്ങിക്കൊണ്ട് നിന്നു. കുറേ നേരം കഴിഞ്ഞ് ആരെയും കാണാനില്ല, അത്ര കണ്ട് മണ്ടൂസ്. എന്നാലും ഒരു കുഴപ്പമില്ല. കൊമ്പിൽ തൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആനക്കാരൻ വരണു. അയാളും ഇയാളെ പോലെ തന്നെയുള്ള പാർട്ടി.
അയാൾ ചോദിച്ചു, ഇതിപ്പോൾ എന്താ ഇപ്പം ഈ കൊമ്പിലിങ്ങനെ ഈ വേതാളത്തിനെ പോലെ ഇങ്ങനെ തൊങ്ങിക്കൊണ്ടിരിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ പട്ടണത്തിലേക്ക് പോവാൻ നിൽക്കുകയാണ്, നിങ്ങളാണോ അതിനുള്ള ആള് ചോദിച്ചു. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞു. കാലിൽ പിടിച്ചു, ഞാൻ പിടിച്ചോളാം ചാടിക്കോളൂ എന്ന് പറഞ്ഞു. പിടിച്ചത് ആന ചോട്ടിൽ പോയി. മേലെയുള്ള ആള് ശാഖയില് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണു, ചുവട്ടിലുള്ള ആള് കാലിൽ പിടിച്ച് ആടിക്കൊണ്ടിരിക്കണു, രണ്ടുപേരും നദിയുടെ മേലെ. അപ്പൊ ചോദിച്ചു, മുകളിലുള്ള ആള് ചോദിച്ചു, ഇപ്പൊ എന്താ ചെയ്യാ? ഈ വിവരം കേട്ട ആന പോകുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു. ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരുന്ന വരെ ഇത് തന്നെ വഴി, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ മുകളിലുള്ളവന് ഒരു ഐഡിയ തോന്നി, ആരെങ്കിലും വരണ വരെ താൻ ഒരു പാട്ട് പാടുമോ, പാടാൻ അറിയുമോ ചോദിച്ചു. അപ്പൊ ഇയാള് പഴയ പാട്ട് പഠിച്ച പാട്ട് ഏതോ തുടങ്ങി, രാഗാലാപനത്തോടെ തുടങ്ങി. ഈ ആനക്കാരൻ ചുവട്ടിലുള്ള ആൾ, രസികന്മാർ രണ്ടുപേരും ഒരു പ്രശ്നമില്ല, മരത്തിന്റെ മേലെ തൊങ്ങിയിട്ട് പാട്ട് പാടാൻ തുടങ്ങി. പാട്ടുപാടി കുറെ കഴിഞ്ഞതും മുകളിലുള്ള ആൾ അതിനേക്കാളും രസികൻ, അയാൾ കൈ രണ്ടും വിട്ടുകൊട്ടി. രണ്ടുപേരും കൂടെ നദിയിൽ രണ്ടുപേരും വീഴുമ്പോ ഇയാൾ എന്താ പറയണ അറിയോ? എന്തിനാ കൈ കൊട്ടിയതെന്നല്ല ചോദിച്ചു, ഞാൻ പാട്ട് നിർത്തുന്നതിന് മുമ്പിന് എന്താ കൊട്ടിയത് എന്നാണ്. നീ നിർത്തിയിട്ടില്ല, അതിനു മുമ്പ് എന്താ കൈ കൊട്ടിയത് ചോദിച്ചു. രണ്ടുപേരും കൂടെ വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ വീണപ്പോൾ ഇപ്പം നമ്മൾ വീണു, ഇനി എന്താ ചെയ്യുക, ഇനി പാടുമെന്നാണ്. ഇയാൾ വെള്ളത്തിൽ രണ്ടുപേരും പോയിക്കൊണ്ടേയിരിക്കണു, ഇയാൾ പാടിക്കൊണ്ടിരിക്കണു. അതിൻ്റെ കൂട്ട് ബഹുരസം. വെള്ളത്തിൽ ഒഴുക്കിൽ പെട്ടു പോകുമ്പോഴും പാട്ട് കച്ചേരിയും രസവും. കുറേ കഴിഞ്ഞ് സമുദ്രത്തിൽ പോയി ചേരണതിന് മുമ്പ് ആരോ പിടിച്ച് കരയ്ക്ക് കയറ്റി. കരയ്ക്ക് കയറ്റിയപ്പോൾ പട്ടണത്തിൻ്റെ അടുത്താണ്, എത്തേണ്ട അടുത്ത ആൾ എത്തുപോയി. ഇങ്ങനെയാണെങ്കിൽ പട്ടണത്തിൻ്റെ അടുത്താണ്, ഇവർക്ക് എത്താനുള്ള സ്ഥലമാണ്. എന്നിട്ട് രണ്ടുപേരും എഴുന്നേറ്റ് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് മറ്റേ ആൾ പറഞ്ഞു, ഇത്ര രസമായിട്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പട്ടണത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ, ഇത്ര രസമായിട്ട് പോയിട്ടില്ല. ഇതൊരു വേറൊരു കഥയാണ്. പക്ഷേ മൂഢന്മാരുടെ ജീവിതയാത്രയും ഇങ്ങനെയാണ്. അവർക്ക് എന്തൊക്കെ നടുവിൽ സംഭവിച്ചാലും അവർക്കിതൊന്നും അറിയില്ല, അവർ മനസ്സിനെ ഉപയോഗിക്കുകയില്ല. അവര് കളിച്ച് എന്തെങ്കിലും രസിച്ചങ്ങനെ പോകും. നമ്മളാണെങ്കിൽ എത്ര വിഷമിച്ചിട്ടുണ്ടാവും ഓരോ സ്റ്റെപ്പിലും, അല്ലേ? അവർക്കൊന്നും അറിയണില്ല. അപ്പൊ ചിന്തിക്കുക എന്നുള്ളത് നമ്മളുടെ സ്വരൂപമല്ല എന്നാണ്. ഒന്നിൽ ചിന്തയെ ബോധപൂർവം ഇല്ലാതാക്കണം, അല്ലെങ്കിൽ ചിന്തിക്കാത്ത മൂഢനായിട്ടിരുന്നാലും രക്ഷപ്പെടും. ഈ ചിന്തയുടെ കുരുക്കിൽ പെട്ടാൽ ചിന്തയ്ക്കും ചിതയ്ക്കും ബിന്ദു മാത്രമേ വ്യത്യാസമുള്ളൂ. ചിത ശരീരത്തിനെ, ജഡശരീരത്തിനെ ഇരിക്കും, ചിന്താദഹതി ജീവിതം. ചിന്ത ജീവിതത്തിനെ ഇരിക്കും. അപ്പോ ഇതറിഞ്ഞ ആള് കർത്താവാണോ ഭോക്താവാണെന്നൊന്നും ധരിക്കാതെ ജീവിതത്തിൻ്റെ ഒഴുക്കിൽ സ്വതന്ത്രമായി അങ്ങനെ പോകും. കർത്തൃത്വ ഭോക്തൃത്വമില്ലാതെ പോകും. ഇനി ജീവന്റെ ഗതിയെക്കുറിച്ച് ഭഗവാൻ പറയാണ്. അർജുന, റിലേറ്റീവാണത്. പുനർജന്മം എന്നുള്ളത് പാരമാർത്ഥിക സത്യവുമല്ല, വ്യാവഹാരിക സത്യവുമല്ല. വ്യാവഹാരികമായിട്ട് നമ്മളൊന്നും കാണുന്നില്ല പുനർജന്മം. പാരമാർത്ഥിക തലത്തിൽ ആത്മാ ജനിക്കണമില്ല, മരിക്കണമില്ല. ആപേക്ഷികമായ സത്യമാണ് ഈ പുനർജന്മം. ആപേക്ഷികമാണത്. പാരമാർത്ഥികമായി ആത്മാവിന് ജനനം മരണം ഒന്നുമില്ല. വ്യാവഹാരികമായ തലത്തിലും ജനനം മരണം, നമ്മൾ പുനർജന്മമൊന്നും കാണണില്ല പ്രത്യക്ഷമായിട്ട്. ഇത് ആപേക്ഷികമായ ഒരു സത്യമാണ് ഈ പുനർജനനം എന്ന് പറയണത്. അതായത് സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്രയാണ്. സ്ഥൂല ശരീരത്തിൻ്റെ യാത്രയുമല്ല, ആത്മാവിൻ്റെ യാത്രയുമല്ല. സൂക്ഷ്മ ശരീരത്തിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയണത്. വാസനാമയ ശരീരം, അനേക വികാരങ്ങളോടുകൂടെ ഉള്ളിലിങ്ങനെ ചലിക്കുന്നുണ്ടല്ലോ, അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും അത് സ്വപ്നലോകത്തിൽ പ്രവർത്തിക്കണം. അത് തന്നെ ഒരു തെളിവാണ്. സ്ഥൂല ശരീരത്തിൻ്റെ സഹായം കൂടാതെ സ്വപ്നത്തിൽ അത് വ്യവഹരിക്കണം. അത് തന്നെ ഒരു തെളിവാണ് ശരീരം മരിച്ചാലും അത് പ്രവർത്തിക്കും എന്നുള്ളതിന്. ശരീരം മരിക്കുന്നത് കൊണ്ട് ഈ സൈക്കിക് എനർജി നഷ്ടമായി പോവില്ല, ശൂന്യമായി പോവില്ല. അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എക്സിക്യൂഷൻ നടക്കണം. അതിന് ആ സൂക്ഷ്മ ശരീരം വേറെ ഏതെങ്കിലും ശരീരത്തിലൂടെ പ്രവർത്തിച്ചേ ഒക്കും.
അതിൻ്റെ യാത്രയാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ദേഹി എന്ന് വെച്ചാൽ ഇവിടെ ജീവൻ എന്നർത്ഥം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരഃ അപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഈ ദേഹി ശരീരങ്ങളെ വിട്ട് പുതിയ ശരീരങ്ങളിലേക്ക് പോകുന്നു. എങ്ങനെ എന്ന് വെച്ചാൽ വാസാംസി ജീർണാനി വാസാംസി. വാസാംസി എന്ന് വെച്ചാൽ വസ്ത്രങ്ങൾ എന്നർത്ഥം, തുണികൾ. ഒരു വസ്ത്രം ജീർണിച്ചു കഴിഞ്ഞാൽ ആ ജീർണിച്ച വസ്ത്രം കളഞ്ഞിട്ട് നവാനി ഗൃഹ്ണാതി പുതിയ വസ്ത്രം വാങ്ങിച്ചു കൊണ്ടുവരുന്നു. അതേപോലെ ശരീരാണി വിഹായ ശരീരം ജീർണിച്ചു കഴിയുമ്പോൾ ആ ശരീരത്തിനെ വിട്ടിട്ട് നവാനി ഗൃഹ്ണാതി പുതിയ ശരീരത്തിനെ ഈ ദേഹി സ്വീകരിക്കുന്നു. അപ്പൊ ജീർണാനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജീർണിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വയസ്സാവലാണെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോവും. എന്താന്ന് വെച്ചാൽ ചിലതൊക്കെ ചെറിയ കുട്ടികൾ മരിച്ചു പോണു, 10-30 വയസ്സിൽ മരിച്ചു പോണു, 20 വയസ്സിൽ മരിച്ചു പോണു. അപ്പൊ ജീർണാനി എന്ന് വെച്ചാൽ ശരീരം ജീർണിച്ച് വാർദ്ധക്യം പ്രാപിച്ചു എന്ന് മാത്രം അർത്ഥം പറഞ്ഞാൽ പോരാ. ജീർണാനി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരത്തിൽ ആ ജന്മത്തിൽ അനുഭവിക്കാൻ കൊണ്ടുവന്ന വാസനകൾ ജീർണിച്ചു കഴിയുമ്പോൾ എന്നർത്ഥം. ആ ശരീരത്തിൽ, ആ പർട്ടിക്കുലർ ശരീരത്തിൽ ആ ജന്മത്തിൽ അനുഭവിക്കാനുള്ള പ്രാരബ്ധം ശിഷ്ടം കഴിയുമ്പോൾ ഇനി ഉള്ളത് അനുഭവിക്കാൻ ഈ ശരീരത്തിൽ യോഗമില്ല. അപ്പൊ അത് ജീർണിച്ചു കഴിയുമ്പോൾ ഇനി പുതിയ വാസനകളൊക്കെ ഈ ശരീരം കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. ആ പീരിയഡ് കഴിഞ്ഞാൽ അത് 10 വയസ്സാവട്ടെ, 2 വയസ്സാവട്ടെ, 100 വയസ്സാവട്ടെ, ചിലർ അത്യാവശ്യം 120 വയസ്സൊക്കെ ഇരിക്കണു, അങ്ങനെയാവട്ടെ, അത് കഴിയുമ്പോൾ ജീർണാനി വിഹായ അത് വിട്ടിട്ട് ഇപ്പൊ ഈ ശരീരത്തിൽ ആർജിച്ചിട്ടുള്ള വാസനകളുണ്ടല്ലോ അതിനെ അനുഭവിക്കാനായിട്ട് പറ്റിയ രീതിയിലുള്ള പുതിയ ശരീരത്തിനെ എടുക്കും. ആദിശങ്കര ഭഗവത്പാദര് ഉത്തരകാശിയിലിരിക്കുമ്പോൾ വ്യാസഭഗവാന്റെ ദർശനമുണ്ടായി എന്നാണ് ശങ്കരവിജയത്തിലൊരു കഥ. വ്യാസൻ ഒരു വൃദ്ധബ്രാഹ്മണന്റെ രൂപത്തിൽ ശങ്കരാചാര്യരുടെ മുമ്പിൽ വന്നു അത്രേ. അപ്പൊ അവർ തമ്മിൽ ചർച്ച ചെയ്ത വിഷയവും ഇതാണ്, ഈ ജീവന്റെ പ്രാപ്തി. തദന്തരപ്രതിപത്തൗ രംഭതി സംപരിഷ്വക്ത പ്രശ്നനിരൂപണാഭ്യാം എന്ന് ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഈ ജീവൻ മരിക്കണ സമയത്ത് ഈ സൂക്ഷ്മ ശരീരത്തിലുള്ള വാസനകളെയും അതിനെയൊക്കെ വലിച്ചു കൊണ്ടുപോകണോ അല്ല വെറുതെ പോണോ? എല്ലാത്തിനെയും വലിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് തീരുമാനം. ഈ ജീവൻ വാസനാമയമായ സൂക്ഷ്മ ശരീരത്തിനെ അവിടുന്ന് ഉദാനവായു പൊക്കിക്കൊണ്ടുപോകും. ആ ജന്മത്തിൽ ഏറ്റവും അധികം ശേഖരിച്ചിട്ടുള്ള വാസന ഏതോ അത് മുമ്പിൽ വന്ന് നിൽക്കും. അതിനനുസരിച്ച് അടുത്ത ജന്മം എന്ന് വെച്ചാൽ അതിനെ, ആ വാസനയെ ആശ്രയിച്ച് അതിന്
കാരണമായിട്ടുള്ള ശക്തി, പുനർജന്മത്തിൻ്റെ ഇൻചാർജായിട്ടുള്ള ശക്തി ഈ ജീവനെ അടുത്ത സങ്കല്പ ശരീരം ഉണ്ടാക്കി കൊടുക്കും. സങ്കല്പ ശരീരമാണ്. സങ്കല്പം കൊണ്ട് ശരീരം ഉണ്ടാക്കിയെടുക്കും. അടുത്ത ശരീരത്തിലേക്ക് അത് പ്രവേശിക്കും. അപ്പോ നവാനി ശരീരാണി ഗൃണ്ണാതി, പുതിയ ശരീരത്തിനെ സ്വീകരിക്കുന്നു ദേഹി. അപ്പൊ അതൊരു പ്രോസസ്സാണ്. ഇതൊരു പ്രകൃതിയുടെ ഒരു സ്വഭാവമാണത്. ശരീരത്തിനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം, വസ്ത്രം കീറിക്കളയാം അല്ലേ? പക്ഷെ ഉള്ളിലുള്ള ആത്മാവിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അടുത്ത വീട്ടില് ഭയങ്കരമായ ലഹള നടന്നു. അടുത്ത ദിവസം രാവിലെ എന്തോ ശബ്ദം കേട്ടു, പുറത്ത് വീണ ശബ്ദം കേട്ടു. രാവിലെ എണീറ്റപ്പോൾ ചോദിച്ചു അമ്മാവൻ്റെ അടുത്ത്, അമ്മാവായി എന്താ ഇന്നലെ നിങ്ങളുടെ വീട്ടിലൊരു ബഹളം കേട്ടത്? ഭാര്യയെ കുറച്ച് ദേഷ്യപ്പെട്ടു, എന്നിട്ടോ എൻ്റെ ഷർട്ട് എടുത്ത് പുറമേക്ക് എറിഞ്ഞു, അതിനാണോ ഇത്ര ശബ്ദം? അല്ല, ഷർട്ടിൻ്റെ ഉള്ളിൽ ഞാനും ഉണ്ടായിരുന്നു. ഷർട്ടാണ് ദേഹം, അത് വേറെ, ഉള്ളിലുള്ള ആള് വേറെ. ഷർട്ടിനെ എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റാം അല്ലേ? അത് ജീർണിച്ച് കഴിയുമ്പോൾ അതിനെ അഴിച്ചു മാറ്റിയാൽ അത് വേറെ, ഞാൻ വേറെ. അപ്പൊ അതിനെ ഉപേക്ഷിക്കുമ്പോൾ ഈ ജീവന് യാതൊരു വിധത്തിലും അത് ബാധിക്കണില്ല. ഒരു ശരീരത്തിന് ഇനിയൊരു ശരീരത്തിലേക്ക് യഥാകർമ്മ യഥാശ്രുതം, അതിൻ്റെ കർമ്മത്തിനനുസരിച്ചും അറിവിനനുസരിച്ചും ചലിക്കും എന്നാണ്. കഠോപനിഷത്തിൽ യമൻ മൃത്യു തന്നെ, മൃത്യുവിൻ്റെ സീക്രട്ട് നചികേതസിന് പറഞ്ഞു കൊടുക്കണം. നചികേതസ് ചോദിക്കുന്നു, ഹേ യമധർമ്മ രാജാവേ, മരണത്തിന് ശേഷം എന്തു സംഭവിക്കണു? യമൻ കുറേയൊക്കെ കളിച്ചു നോക്കി, ഈ ചോദ്യം ഒഴിച്ച് ബാക്കി എന്തു വേണമെങ്കിൽ ചോദിക്കൂ, ഇത് ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവസാനം ആ കുട്ടി വിട്ടില്ല. അപ്പൊ അവസാനം യമൻ പറഞ്ഞു, ഒരു ശരീരത്തിൽ നിന്ന് ഇനിയൊരു ശരീരത്തിലേക്ക് പോകുന്ന ഈ ജീവൻ കർമ്മത്തിനനുസരിച്ച് അറിവിനനുസരിച്ച് ചലിക്കണം. എന്തൊക്കെ അറിവ് ശേഖരിച്ചിട്ടുണ്ടോ, എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ ആയിട്ടുള്ള ഇംപ്രഷൻസ്, വാസനകൾ, അതിനനുസരിച്ച് ഒരു ശരീരത്തിൽ നിന്ന് ഒരു ശരീരത്തിലേക്ക് ചലിക്കുന്നു. നവാനി ശരീരാണി ഗൃഹാതി, പുതിയ ശരീരത്തിനെ ഗ്രഹിക്കുന്നു. തൃണജലൂകാന്യായം എന്ന് പറയും, പുല്ലട്ടയെ പോലെ എന്നാണ് ഭാഗവതത്തിൽ പറയണത്. പുല്ലട്ട എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു പുല്ല് പിടിച്ചിട്ട് ഇനിയൊരു പുല്ല് വിടും. അതുപോലെ ഇവിടുന്ന് തന്നെ മരിക്കുന്നതിന് മുമ്പ് തന്നെ സങ്കല്പം കൊണ്ട് ഇനിയൊരു ശരീരത്തിനെ പിടിക്കും. ഈ ജീവൻ വിടുന്നതിന് മുമ്പ് നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനൊക്കെ ആ സമയത്ത് കണ്ടോളും. സങ്കല്പം കൊണ്ട് ഇനിയൊരു ശരീരത്തിനെ പിടിച്ചിട്ട് ഈ ശരീരത്തിനെ വിടും. എന്നിട്ട് വേറൊരു ശരീരത്തിൽ പ്രവേശിക്കും. നവാനി ശരീരാണി ഗൃഹാതി, ഗർഭത്തിലേക്ക് പ്രവേശിക്കും. ശരീരത്തിനെ എന്ത് വേണമെങ്കിലും വെട്ടുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഉള്ളിലുള്ള സ്വരൂപത്തിനെ യാതൊന്നുകൊണ്ടും സ്പർശിക്കാൻ പറ്റില്ല. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത്. നോക്കാം. നൈനം ഛിന്ദന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുതഃ. അടുത്ത ശ്ലോകം. അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോ ശോഷ്യയേവ ച നിത്യഃ സർവഗതസ്ഥാണുഃ അചലോയം സനാതനഃ. ഈ ശ്ലോകാർത്ഥം നമ്മൾ നാളെ കാണാം.